അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും
കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പല പ്രതിലോഭ ശക്തികളും ജീവിതത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ വലിയ കടങ്ങളുണ്ടാവും, ചിലപ്പോൾ മോശം സിറ്റുവേഷൻ ഉണ്ടാവും. എവിടെ ചെന്നാലും നമുക്കിതിലെ കുറ്റം പറച്ചിലും നമ്മൾ ഒഴിവാക്കലും ഒറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും മനുഷ്യൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു പോംവഴിയുണ്ട്, ഒരു സൂപ്പർ പോംവഴിയാണത്. എന്താണ്? സങ്കീർത്തനം 110:1. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അത് എനിക്ക് ഭയങ്കര എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണത്. കാര്യം ജീവിതം ഇങ്ങനെ ഇന്നിപ്പോൾ കൃപാസനം വളരെയേറെ കൃപയിലും വളരെ സന്തോഷത്തിലൊക്കെ പോകുന്നൊരു കാലഘട്ടം. പക്ഷെ ഇതിന് കയ്പിൻ്റെ വല്ലാത്തൊരു മുള്ളിൽ കൂടി നടന്നിട്ടുള്ള സർവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അകത്തും പുറത്തും പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്താണ് ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ അമ്മ എടുത്ത് കയ്യിൽ തന്നത്. മകനെ, ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, നീ ഇനി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തലയിടുകയോ അഭിപ്രായം പറയുകയോ വിഷമിക്കുകയോ കിടന്നുറക്കമില്ലായിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പ്രാർത്ഥനയുടെ ദൈർഘ്യങ്ങൾ കൂട്ടി. അത് ഞങ്ങൾ കൂട്ടിയതല്ല, അമ്മ തക്ക സമയത്ത് തന്നതാണ്. ഒരു കൊല്ലം മുഴുവനും 2003 തൊട്ട് 2004 വരെ ഒരു കൊല്ലം മുഴുവനും രാത്രിയും പകലും ഇമവെട്ടാതെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇടവകയിലുണ്ടായിരിക്കും, ഇടവകയിലായിരുന്നു ഞാനന്ന്. ഞാൻ കൃപാസനത്തിൽ വരും പോകും, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ അത് അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് പറ്റി? അവസാന വിഷയപ്പോൾ അമ്മ അതിൻ്റെ അവസാനത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു 2004 ഒക്ടോബർ മാസം 25-ാം തീയതിയാണത് തീരണത്. പിന്നെ ഉടനെ 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിൻ്റെ വിഷയം വെച്ചാൽ ചില സമയത്ത് ഇതുപോലെ കലുഷിതമായ അന്ന് ഹൗ ടു മൂവ്, ഹൗ ടു സർവൈവ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. കാര്യം കടലോരത്തിലെ ജോലി കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് തിരികെയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന 13 പ്രവർത്തകരും പോയി. അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും രൂപതയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ സ്വാസ്ഥ്യമില്ല, ആളുമില്ലാത്ത രീതിയിലായി. പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ മാതാവ് ശക്തമായി നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വിഷയം. ആസ്തിയില്ല, ആളുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആസ്തിയും ആളൊക്കെ വേണ്ടേ? അത് രണ്ടും ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ വലിയൊരു ഇടവക, 1000-800 വീട്ടുകാരുടെ ഇടവകയിൽ വികാരിയുമായി. എനിക്ക് അസിസ്റ്റൻറ്റും ഇല്ല. അപ്പോൾ ആവശ്യത്തിന് കല്യാണവും മരണം ഭേദപാടവും സംഘടനകളും എല്ലാം അതിൻ്റെ വഴി എങ്ങനെ നടക്കും? അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ഇടക്കാണിത് ഈ വിഷയം ചെയ്യണത്. ചില സമയത്ത് നമ്മൾ വിഷമിച്ചു പോകും ശരിക്കും. എന്നാലും നമ്മൾ ദൈവം ആ സമയത്ത് ആ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യൻ കൊണ്ടുവന്ന്. ഞാനൊരു ദിവസം പള്ളിയിലെ വാതിക്ക് ഒരു സന്ധ്യയ്ക്ക് ഇതുപോലെ വർക്കെല്ലാം കഴിഞ്ഞ് തലയും കറങ്ങി വരുമ്പോഴുണ്ട് എൻ്റെ പള്ളിയുടെ വാതിക്ക് ഞാൻ അവിടെ ചാർജ് എടുക്കാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഇത് ആലപ്പുഴ 8 കിലോമീറ്റർ
തെക്ക് പടിഞ്ഞാറ് പള്ളി, വാടകൽ പള്ളി. ഞാനവിടെ ചെല്ലുമ്പോൾ ആദ്യമേ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന പള്ളിയിൽ നിന്ന് അതേ തൈക്കപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണത്, ചേർത്തല്ല തൈക്കപ്പള്ളി. അപ്പോൾ അവിടെ ഒരു 5-6 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്ത് ട്രാൻസ്ഫർ ആയപ്പോൾ നാട്ടുകാർ, അവിടെ കമ്മിറ്റിക്കാർ ചോദിച്ച്, അച്ഛന് എന്താണ് ആവശ്യം, അച്ഛൻ എന്താണ് ഇല്ലാത്തതെന്ന് എന്നോട് ചോദിച്ചു. അച്ഛന് എന്താണ് ആവശ്യം, അച്ഛന് എന്താണ് ഇല്ലാത്തതെന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ പടം വേണം, അതേ ചോദിച്ചോളൂ. അല്ലാതെ ഫ്രിഡ്ജാ, ടി വി, അന്ന് ടി വിക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്, ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, മജ്ജ് ഗോറയിലെ മാതാവ്. അപ്പോൾ ആ പടം കാണിച്ചു കൊടുത്തപ്പോൾ ആ പടം അവർ എറണാകുളത്ത് പോയി വലിയ പടം വാങ്ങിച്ചു കൊണ്ടുവന്ന്, അന്ന് ഇതുപോലെ ഫ്ലക്സിലൊക്കെ വലുതാക്കാൻ പറ്റത്തില്ലായിരുന്നു. പടം ഫോട്ടോ ഇത് പാടായിരുന്നു, അത് ഞാൻ പറഞ്ഞ ഒരു സൈസ് എടുക്കാൻ. ആ സൈസിലെടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ആ പടം എൻ്റെ കാറിൽ വെച്ച് ആൾക്കാരുടെ കൂടെ പോയിട്ട് ഈ വാടകപ്പള്ളി ചെന്നിട്ട് ആദ്യം എൻ്റെ പൂമുഖത്ത് മാതാവിനെ പ്രതിഷ്ഠിച്ച് വെച്ചു. എന്നിട്ടാണ് ഞാൻ അകത്ത് കയറണത്. അതിൻ്റെ അകത്ത് അതായത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ വലതുഭാഗത്ത് നീ നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കാൻ പറയും. അത് കറക്റ്റാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്തിരി ചുരുക്കുകയാണ്. അതിനുശേഷമാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു 0- പോയിൻ്റ് ഉണ്ടായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്നത് അമ്മയിലുള്ള വിശ്വാസവും നീണ്ട ജപമാലകളുമാണ്. ഇന്ന് സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒരിക്കലും എനിക്ക് മനസ്സിലായത്, സഭയിൽ 50 കൊല്ലം ഞാനിപ്പോൾ ജീവിക്കണം, 10 കൊല്ലം സെമിനാരിൽ, 40 കൊല്ലം ശുശ്രൂഷയിലും. എനിക്ക് മനസ്സിലായിരിക്കണത്, സഭ ക്രൈസിസ് ടൈമിനെ ഒരിക്കലും പ്രാർത്ഥന ചുരുക്കരുത്. ക്രൈസിസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൈസിസ് ടൈമിൽ ഇപ്പോൾ ചില ആൾക്കാർ കർണക്കൊന്ത ചൊല്ലിയിട്ട് ജപമാല ഒഴിവാക്കിയില്ലേ, ആ കുടുംബങ്ങൾക്ക് ഭയങ്കരമായ ഞെരുക്കമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഉള്ള ആംബിയർ പോയി. കർണക്കൊന്ത സഭയുടെ കൊന്തയാണ്, പക്ഷെ അതിനൊരിക്കലും ജപമാലയെ കുടുംബപ്രാർത്ഥന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കർണക്കൊന്ത കുടുംബപ്രാർത്ഥനയാണെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതൊരു പ്രൈവറ്റ് ഡിവോഷനാണ്. മറ്റത് കുടുംബപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലണതാണ്. അത് ഉടനെ ജപമാല എടുത്തിട്ട്, അപ്പം ഞങ്ങൾ എന്താ ചെയ്തത്, ഞങ്ങളുടെ ഒരു ക്രൈസിസ് ടൈമിൽ ജപമാല പോരെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ ആ കടലപ്പടിയിൽ, ആ മാതാവ് ഫസ്റ്റിൽ ഈ 1000 മണി ജപമാല കിടക്കണം. അത്ഭുതത്തോടെ കിടന്നൊന്നുമല്ല. സീവർ എന്ന് പറഞ്ഞൊരു സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ബ്രദറിൽ നിന്ന് പ്രാർത്ഥിച്ച ബേവിച്ചൻ ശാന്തംപാറ, ആ ധ്യാന കേന്ദ്രത്തിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റാക്കി, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹമാണ് ഈ ജപമാല കൊടുത്തത്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി അമ്മ പറഞ്ഞു. എൻ്റെ അടുത്തപ്പോൾ ഞാനില്ല, ഞാൻ വരുമ്പോൾ കിടക്കണത് ആളുമില്ല, ജപമാല കിടപ്പുണ്ട്. ഞാൻ അവിടെ എടുത്ത ജപമാല പിറ്റേ ദിവസം ഒരു ആത്മഹത്യ നടന്ന് എൻ്റെ ഇടവകെ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ പരിചയമുള്ളതല്ല, വേറെ ഒരു ഇടവകയിൽ നിന്ന് ആ ബന്ധു വീട്ടിൽ വന്ന് അവിടെ അടുക്കളയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്തതാണ്. അപ്പം ഞാൻ പോയി ആ അടുക്കളയിൽ ചിലപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞാൻ പോലീസ് വരണവരെ അവരെ സഹായിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് ബോഡിയും കൊണ്ട് പോയി, മാസ്റ്ററേഡി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് പള്ളിയിലേക്ക് നടന്നു വരിക റോഡിൽ കൂടി. അപ്പോൾ മാതാവിൻ്റെ മാതാവിൻ്റെ കുരിശടിയാണ് വാതിക്കൽ. ഞാൻ അവിടെ വന്നപ്പോൾ ഗംഭീര മഴ വന്നു. ഗംഭീര മഴ മുഴുവനും 1 മണിക്കൂർ വീണ മഴ മുഴുവനും ഗംഭീര മഴ. ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ കുരിശടിയത്ത് ഇരുന്ന് ജപമാലയില്ലാണ് ആ മഴയത്ത് മുഴുവനും. മഴ കഴിഞ്ഞ് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ വേറെ ഒരു ചേട്ടൻ നിൽക്കണം, പരിചയമുള്ളതാണ്, ജോൺ ചേട്ടൻ എന്ന് പറയും, കുളമ്പുകാട്. അദ്ദേഹം ഇപ്പോൾ അവിടെ ആ നാട്ടിലില്ല, ഇപ്പോൾ വേറെ വെള്ളാടക്ക് പോയി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിശേഷം, ഇപ്പോൾ ഒന്ന് ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് വരികയാണ് എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞ്, ഒരു ജപമാല വന്നിട്ടുണ്ട്, ഇത് നീണ്ടതാണെന്നേ ഉള്ളു, നമുക്കൊന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് ചെല്ലാമല്ലോ അച്ഛാ. പുള്ളി എൻ്റെ ഇവിടെ വന്നിട്ട് ഈ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒരു ചേട്ടനുമായിട്ടിരുന്നുണ്ട്, അത് ആൻ്റണി എന്താണ്. എന്നിട്ട് ഈ പള്ളി മാതാവിൻ്റെ അടുത്തിരുന്നാണ് ജപമാല ചൊല്ലി, ഈ 1000 മഴ ജപമാല.
അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പുരുഷന്മാർ 5-6 പേരെ കിട്ടി. ഞാൻ അവരെയും കൊണ്ട് കൃപാസനത്തിൽ വന്നു. പിന്നെ കൃപാസനത്തിൽ ഇരുന്ന് ഒരു കൊല്ലം മുഴുവൻ ചെല്ലിയ ചരിത്രമാണ് ഈ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്ലേശകരമായ കാലങ്ങളിൽ പ്രാർത്ഥനയുടെ വെട്ടിച്ചുരുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പലരും കുടുംബത്തിൽ കാണിക്കാൻ മണ്ടത്തരമാണ്. നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയും, ഇന്ന് 10 മണി, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി, ഇന്ന് കൊന്തട. അതിനാൽ ആ കുടുംബത്തിൻ്റെ നടുവൊടിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത പണ്ടാരങ്ങൾ വീടുകളിലുണ്ടല്ലോ ഒത്തിരി. അവർ കയറി പറയും, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ ചുരുക്കി ആ കുടുംബത്തിനെ ഒതുക്കിക്കളയും. വിശ്വാസം തന്നെ പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴും പ്രവർത്തിക്കണം. ശത്രുക്കളുണ്ടായ ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കാൽപ്പിടി ഞാൻ ആക്കും എപ്പോഴെങ്കിലും. അതുവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ് കൃപയിൽ പ്രാർത്ഥനയിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയ്ക്കും തിരുകുമാരനും എന്നെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിനായി കോടി കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിനി ഗിരീഷ് എന്നാണ്. വെള്ളറടയിൽ നിന്ന് വരുന്നു. മോൻ്റെ പേര് അഫിരാമാണ്. എൻ്റെ സാക്ഷ്യം, എൻ്റെ മോൻ BSc നേഴ്സിംഗ് പഠിച്ച് ഓരോ വർഷവും 4ാമത്തെ വർഷം ഇപ്പം മെനങ്ങാന്ന് റിസൾട്ട് വന്നു. അവൻ റിസൾട്ട് വരുമ്പോൾ വന്ന് സാക്ഷ്യം പറയാമെന്ന് അമ്മയോടും തിരുകുമാരനും കൂടി ഈ കഴിഞ്ഞ മാസവും വന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതുകൊണ്ട് മെനങ്ങാന്ന് എൻ്റെ മോന് റിസൾട്ട് വന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ. ഓരോ വർഷവും പരീക്ഷ എഴുതുമ്പോൾ അവന് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു. പഠിക്കണതൊന്നും മറന്നു പോകുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, മോൻ്റെ പരീക്ഷ മോൻ്റെ കൂടെ ഇരുന്ന് മാതാവ് അടുത്ത് ബെഞ്ചിലിരുന്ന് ഹാളിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. ഓരോ ഉത്തരവും മോന് അമ്മ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ സമാധാനപ്പെടുത്തുമായിരുന്നു. ഇന്ന് മെനങ്ങാന്ന് റിസൾട്ട് വന്നു. ഒരു ജയിക്കേണ്ട മാർക്കിന് വേണ്ടി ഞാൻ ഓരോ വർഷവും അമ്മയോട് ചോദിക്കുമ്പോഴും ഓരോ വർഷവും അവന് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും കൊടുത്ത് എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും അവനെ അനുഗ്രഹിച്ചു. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ. ഒരു വർഷവും അവന് ഒരു പേപ്പർ പോലും പോവാതെ അവൻ കൂടെ ഇരുന്ന് അമ്മ അവനെ പഠിപ്പിച്ചു. ഓരോ ദിവസവും പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഉടമ്പടി തൈലം ഹോൾ ടിക്കറ്റിൽ പുരട്ടാനും ഉടമ്പടി ഉപ്പ്, തേന്, മാതാവിൻ്റെ ലോക്കറ്റ് എല്ലാം കൊണ്ടുപോയി അവൻ പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അതിൻ്റെ ഫലം എൻ്റെ മാതാവ് അവന് കൊടുത്തു. അതുപോലെ ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ട് 1 വർഷത്തോളമായി. ആക്സിഡൻറ്റിൽ സ്കൂട്ടിയിൽ പോയിടത്ത് തെറിച്ച് വീണ് തലയടിച്ച് ഓർമ്മയൊന്നും ഇല്ലാതായി. മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പോറൽ പോലും, വേറെ ഒരു ബ്ലഡിൻ്റെ ഒരു അംശം പോലും എൻ്റെ ശരീരത്തിന് പോവാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. അതുപോലെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. 2 ആഴ്ച മരുന്ന് കഴിക്കാൻ അവർ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നത് കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല. വീണ്ടും ENT ഡോക്ടറെ കൊണ്ട് കാണിച്ച് മെഡിസിൻ 3-4 ദിവസം കഴിച്ചു. എന്നിട്ട് എനിക്ക് വയറിന് പ്രശ്നമായതുകൊണ്ട് അത് കഴിക്കാൻ പറ്റിയില്ല. മാതാവിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, മാതാവേ, എനിക്ക് ഈ തലചുറ്റലും ഛർദിലും കൊണ്ട് എനിക്ക് ഒരു ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അമ്മയുടെ മരുന്ന് എൻ്റെ കയ്യിലുണ്ടല്ലോ. അമ്മയുടെ ഉടമ്പടി തൈലം ഞാനിത് വിശ്വാസത്തോടെ ഞാൻ പുരട്ടെയാണ്. എനിക്ക് അമ്മ മാതാവ് ഇനി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് എനിക്ക് മാറ്റണ്ട. എനിക്ക് അമ്മയുടെ ഉപ്പും തേനും ഉടമ്പടി തൈലവും മതി എനിക്ക് മരുന്നെന്ന് പറഞ്ഞ് ദിവസവും ഞാൻ 2 നേരം ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി, തലയുടെ ഭാഗത്ത്, ഇടിച്ച ഭാഗത്ത് എല്ലാം പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ അമ്മ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തന്ന് ഇന്ന് 1 വർഷത്തോളം ആകാൻ പോകുന്നു. ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അമ്മയോട് ഞാൻ ചോദിക്കുമ്പോഴും അമ്മ അത് സങ്കടത്തോടെ, കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം എൻ്റെ അമ്മ എനിക്ക് ഉത്തരം നൽകുന്നു. അതുപോലെ ഇനി എൻ്റെ മോന് ഒരു പ്രാക്ടീസിന് വേണ്ടി കയറാൻ ഒരു ആശുപത്രി ഏതാണ് അമ്മയ്ക്കും തിരുകുമാരനും ഇഷ്ടമുള്ളത് അവിടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതും എൻ്റെ മാതാവ് നടത്തിത്തരും, അത് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഈ 2022 മെയ് മാസം 3-ാം തീയതിയാണ് ഞാൻ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്നു മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനും എൻ്റെ മക്കളെ വിശ്വാസത്തിലോട്ട് വളർത്തുവാനും എനിക്ക് സാധിച്ചു. ഇന്നും അവരും ഞാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ഓരോരോ പുണ്യപ്രവർത്തികൾ, കാരുണ്യപ്രവർത്തികൾ ചെയ്യുവാനും എൻ്റെ മക്കളും അത് ചെയ്യാൻ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയവരെ. അതുപോലെ ഞാനും എൻ്റെ മൂത്ത മകനും ആദ്യമായി കൃപാസനത്തിൽ വന്നപ്പോൾ വഴിയറിഞ്ഞൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ് കയറി ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഉടമ്പടി എന്താണ്, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയില്ല.
ഇവിടെ വന്നപ്പോൾ ഇന്ന് കാണുന്ന ഈ കൃപാസനമല്ല 4 വർഷത്തിന് മുമ്പേ അന്ന് വന്നപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? അത് ഉടമ്പടി എടുക്കാൻ. അപ്പോൾ ഞാൻ എന്തും വരട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. മാതാവ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു ഇത് തരുകയും ചെയ്യും. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ് എല്ലാം ചെയ്തു. പോയിട്ട് ഇന്ന് ചോദിച്ച് ഞാനും എൻ്റെ മോനും വന്ന ഇന്ന് 100 പേരെ വരെ 2 വലിയ ബസ്സിൽ വരെ എനിക്ക് മാസം തോറും കൊണ്ടുവരാൻ എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും എന്നെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ കൊണ്ടുവന്ന ഓരോരുത്തർക്കും അവരവരെ എല്ലാ ആവശ്യങ്ങളും ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെല്ലാം അവർ സാധിച്ച് ഇവിടെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മ എന്നിൽ കൂടി ഈ ഇത്രയും എൻ്റെ ആ വെള്ളറട എൻ്റെ സ്ഥലത്ത് എൻ്റെ ഏരിയയിൽ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് ഞാനാണ്. അത് എന്തെന്ന് വെച്ചാൽ യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഞാനും മോനും കൂടെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് തിരിച്ച് അടുത്ത മാസം 15 പേര് വരുന്ന ബസ്സിൽ പിന്നെ 25 പേരായി, പിന്നെ ഇപ്പോൾ 100 പേര് 2 ബസ്സിൽ വരെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി ഞാനിവിടെ വന്നിട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങളെല്ലാവർക്കും നിങ്ങൾ വയ്ക്കുന്ന നിയോഗങ്ങളെല്ലാം അമ്മ മാതാവ് സാധിച്ചു തരും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഗ്രൂപ്പുകളായിട്ട് ചേർന്ന് പൊതിച്ചോറ് ഓരോ വീട്ടിൽ നിന്ന് 5 പൊതി 2 പൊതി അങ്ങനെ വാങ്ങി 50 പൊതി ഊണൊക്കെ ഞങ്ങൾ നെയ്യാറ്റിൻകര ഗവൺമെൻറ് ആശുപത്രി, പാറശാല താലൂക്ക് ആശുപത്രി ഇവിടെയൊക്കെ കൊണ്ടുപോകും. പിന്നെ അതുപോരാതെ ഞാൻ എൻ്റേതായ എൻ്റെ കൈ കൊണ്ട് 10 പേർക്കെങ്കിലും 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ 10 പൊതി ഇല്ലെങ്കിൽ 2 പൊതി ഊണെങ്കിലും കൊണ്ടുപോകും എനിക്ക് കൊടുക്കാൻ എൻ്റെ അമ്മ മാതാവും തിരുകുമാരന് സാധിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തന്നെ ഈ പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്ത് അവർക്ക് ഉടമ്പടി തൈലം, തേന്, ഉപ്പ്, കാശ് രൂപ ഇതെല്ലാം കൊണ്ടുകൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മാതാവിനെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ഓരോരുത്തരും ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രി പോകുമ്പോൾ കാണിക്കകൾ തന്നു വിടുവാനും അവർക്ക് വരണമെന്ന് ആഗ്രഹം പറയുന്നവരും ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരും ഓരോ മാസവും ഞാൻ വരുന്ന വണ്ടിയിൽ ഒരാൾ പോലും പുതിയ ഉടമ്പടിക്കാരില്ലാതെ വരുന്ന മാസങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട, അമ്മ മാതാവിനെ മുറുകെ പിടിച്ചാൽ മതി. ചിലവർ വിചാരിക്കും എനിക്ക് 2 മാസമായിട്ട് നടക്കുന്നില്ല കാര്യം, 3 മാസമായിട്ട് നടക്കുന്നില്ലെന്ന്. നടക്കും. അമ്മ മാതാവ് നമ്മൾ പ്രാർത്ഥന 20 മിനിറ്റ്, അച്ഛൻ ഇവിടെ പറയാറുണ്ട് 20 മിനിറ്റ് പ്രാർത്ഥനയും 20% പ്രാർത്ഥനയും 80% വന്നിട്ട് നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതാണെന്ന്. അതാണ് നമ്മൾ കാരുണ്യം. അടുത്തവരെ വിശപ്പറിയുക, അടുത്തവരെ അസുഖത്തിൽ നമുക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റൂല, എന്നാലും ഞങ്ങൾക്ക് പോയി അവരെ കണ്ട് പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ കയ്യിലുള്ള മരുന്നെന്ന് പറയുന്ന ഉടമ്പടി തൈലം, ഉപ്പ്, കാശ് രൂപം, തേന് ഇതൊക്കെ അവർക്ക് കൊടുത്ത് വിശ്വാസ പ്രമാണം പറഞ്ഞ് അവരെ സങ്കടത്തിൽ പങ്കുചേർന്ന് നമ്മൾ അവരെ കൂടെ നിൽക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് തരുന്നതിനെയും കാട്ടി പെട്ടെന്ന് അവർക്ക് അനുഗ്രഹം കൊടുക്കും. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അമ്മ മാതാവ് ഇനിയും ഓരോ നാട്ടിലും ഇനി അമ്മയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. വിനി എന്ന ഈ അമ്മ മകനോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് 2ാമത്തെ തവണയാണ്. വിനിക്ക് തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാനാണ് ഈ സാഹചര്യം ഏറ്റുപറയുന്നത്, ഉപയോഗിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ ലജ്ജിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണിത്. കാരണം മകൻ്റെ BSc നഴ്സിങ്ങിലൂടെ മകന് ഉള്ള ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയായിരുന്നു. മകൻ അടുത്തു തന്നെ ഉടമ്പടി എടുക്കാൻ പോവുകയാണ്. അമ്മ കൃത്യമായി മക്കളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക, അമ്മ നിങ്ങളെ കൈവിടുകയില്ല എന്ന്. മകൻ്റെ BSc എക്സാമിനുള്ള എല്ലാ പ്രതിസന്ധികളെയും ഈ അമ്മ വളരെ നന്നായി അമ്മയെയും ഈശോയെയും എങ്ങനെ കൂട്ടുപിടിക്കണം, അവരെങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം നൽകുന്നത് എന്നെല്ലാം അമ്മ കൃത്യമായി പഠിപ്പിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതുകൂടാതെ ഈ അമ്മയ്ക്കൊരു ഇയർ ബാലൻസ്, വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ശരീരത്തിൽ പോറലുകളൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇയർ ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ മരുന്ന് കഴിക്കാതെ തന്നെ പരിശുദ്ധ അമ്മയിലുള്ള വലിയ ശരണത്തിൽ ഈശോ വളരെ പെട്ടെന്ന് മരുന്നിൻ്റെ യാതൊരു സഹായവും കൂടാതെ മകൾക്ക് സൗഖ്യം നൽകിയെന്നുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്.
ഉടമ്പടി എന്താണെന്ന് ഈ മകളുടെ വാക്കിൽ തന്നെ ഒരു ഡെഫിനിഷൻ പറയുകയാണ്. അതൊരു വലിയ മഹാസമുദ്രമാണ്. ഉടമ്പടിയെക്കുറിച്ച് പിച്ച വെച്ച് നടന്ന് യൂട്യൂബിലൂടെ ഈ മകൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ന് എപ്പോഴും കഴിഞ്ഞ 28-ാം തീയതി, ഇന്ന് 8-ാം തീയതിയാണ്, വളരെ ചുരുക്ക ദിവസത്തിൽ തന്നെ ഒരുപാട് മക്കളെ, 100-ലധികം മക്കളെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുവാനും പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തുവാനുമുള്ള വലിയ ഉത്സാഹത്തെക്കുറിച്ചാണ് ഇന്ന് ഈ മകൾക്ക് പറയാനുള്ളത്. ഈശോയ്ക്ക് ഉണ്ണാനും ഉടുക്കാനും അവരെ ചെന്ന് കാണാനും ആശ്വസിപ്പിക്കുവാനും ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഈശോയെ സന്ദർശിക്കുന്ന ഒരു വലിയ ആസ്തി ഇന്ന് ഈ മകൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മയെ മകളെ കൈപ്പിടിച്ച് നടത്തുന്നതിൻ്റെ വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഒരുപാട് മക്കളെ ഇനിയും ഇങ്ങോട്ട് കൊണ്ടുവരുവാനും ഈശോയെ അനുഭവിക്കുവാനും അറിയുവാനും അവരെ ആഴപ്പെടുത്തുവാനുമുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്താനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ മകൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിനിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും ിക്കട്ടെ. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ്. എൻ്റെ പേര് ആൻലിയ. ഞാൻ ആലുവ ചുണങ്ങവേലി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. 2023 ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. പഠിച്ച് A1 മുതൽ B2 വരെ എനിക്ക് ഭയങ്കര പാടായിരുന്നു സബ്ജക്റ്റ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചു തീർക്കാനും. ഓരോ ഇപ്പോൾ ഗ്രാമർ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് പുതിയത് പഠിക്കുമ്പോൾ എനിക്ക് പാടായി വന്നുകൊണ്ടിരിക്കണമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് കൃപാസനത്തെ പറ്റിയോ മാതാവിനെ പറ്റിയോ ഒന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ്. അമ്മ പ്രാർത്ഥിക്കുന്നതും കാലത്തും രാത്രിയൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും പക്ഷേ ഞാനത് കൂടുതൽ ഒന്നും ശ്രദ്ധിക്കുകയോ അതിനെപ്പറ്റി ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെ B2 എക്സാം എഴുതാനായിട്ട് ഞാൻ 2024 സെപ്റ്റംബറിൽ ഞാൻ ഡേറ്റ് എടുത്തു. 2024 സെപ്റ്റംബർ ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ ആദ്യം 2 മൊഡ്യൂളാണ് എഴുതിയത്. പഠിച്ചതുകൊണ്ടും കിട്ടുമെന്നുള്ള വിശ്വാസം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയി എഴുതിയത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 2 മാർക്കിന് ആ 2 മൊഡ്യൂളും എൻ്റെ അടുത്തുനിന്ന് പോയി. അങ്ങനെ എക്സാം ഞാൻ ഓരോന്ന് കിട്ടാണ്ടാകുമ്പോൾ ഞാൻ ഓരോന്നും ഇത് എഴുതി 1.5 കൊല്ലം കൊണ്ട് ഞാൻ ഒരു 7 തവണയെങ്കിലും ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. അതും ഫുൾ മൊഡ്യൂളായിട്ടും 2 മൊഡ്യൂളായിട്ടൊക്കെ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഈ നിസ്സാര മാർക്കിന് 0.5 എൻ്റെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ എനിക്ക് ഈ വീട്ടിൽ അമ്മാമ്മയൊക്കെ വീട്ടിൽ സാക്ഷ്യം വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് തോന്നിയൊരു തോന്നലായിരുന്നു, ഞാനും പോയി ഒന്ന് ഉടമ്പടി എടുത്ത് നോക്കാം. എല്ലാവരും എടുക്കണുണ്ടല്ലോ, വീട്ടിൽ എൻ്റെ ഫാമിലി ഫുൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, കസിൻസ് ആണെങ്കിലും എല്ലാവരും. അപ്പോൾ പിന്നെ ഞാനും ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് എടുത്തതാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ വേറെ വിശ്വാസ കാര്യങ്ങളോ അതൊന്നുകൊണ്ടൊന്നുമല്ല, എനിക്ക് ജർമ്മൻ പാസ്സാവണം അതുള്ളായിരുന്നു. വന്നു ഞാൻ എടുത്തു, ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാൻ പിറ്റേ മാസം തന്നെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. പക്ഷെ അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഉടമ്പടി എടുത്ത് പിന്നെന്താ കിട്ടാത്തത് എന്നുള്ള തോന്നലായിരുന്നു എനിക്ക്. ഞാനപ്പോൾ ഈ എക്സാമിന് പോയപ്പോഴൊന്നും എൻ്റെ ഈ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലായി. കാരണം എല്ലാം ഈ അടുത്ത് വരെ എത്തിയിട്ടും എല്ലാം എനിക്ക് 0.5 ലാസ്റ്റ് എഴുതിയത് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. പിന്നെ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലായിട്ട് ഞാൻ പിന്നെ 2ാമതും ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ച്. ആ ഡേറ്റ് എടുക്കണേക്ക് മുന്നേ ഞാനിവിടെ വന്ന് ഉടമ്പടി 2ാമത് ഞാൻ എൻ്റെ പുതുക്കി. 2025 ഒക്ടോബറിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അമ്മയ്ക്കായിരുന്നു മാതാവിനെ എടുക്കാൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അമ്മയ്ക്ക് കിട്ടിയല്ലോ, എനിക്ക് കിട്ടണേന്ന് പ്രാർത്ഥിച്ച് വന്നത് പക്ഷെ അമ്മയ്ക്ക് കിട്ടിയല്ലോ എന്നായി. ഞാൻ എന്നിട്ട് അമ്മയുടെ കൂടെ ഇവിടെ വന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്, ഞാനിവിടെ നിന്ന് കുറേ നേരം കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. ഇത്രയും നാൾ ഞാൻ എഴുതി, എനിക്ക് കിട്ടണില്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പോയി തുടങ്ങി, അവരൊക്കെ എക്സാം പെട്ടെന്ന് പാസ്സായി കയറിപ്പോകാൻ കണ്ടപ്പോൾ എനിക്കാകെ വിഷമമായി തുടങ്ങി. ഞാൻ ഒരെണ്ണം പോലും പാസ്സാവണില്ല എന്ന് കണ്ടപ്പോൾ എനിക്കങ്ങനെ ഞാൻ എന്ത് ചെയ്താലും മൊത്തത്തിൽ തടസ്സവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. പിന്നെ ഞാൻ ഡെയിലി കാലത്തും രാത്രിയൊക്കെ ഫുൾ ടൈം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ കൂടുതൽ ഈ പ്രാർത്ഥിക്കുന്നതോറും എന്നെ കൂടുതൽ ഈശോയിലേക്കും മാതാവിലേക്കും അടുപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഞാൻ കുറേ നേരം ഇരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ വായിക്കും തോറും
എനിക്ക് നമ്മൾ സ്റ്റോറിയൊക്കെ വായിക്കുന്ന പോലെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വായിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ ഒക്ടോബർ 10 എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി. എക്സാം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്ത് എനിക്ക് നല്ല പാടായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കയറുന്നതിന് മുന്നേ എൻ്റെ കയ്യിലുള്ള ഉപ്പ് ഞാൻ ഹാളിൻ്റെ മുന്നിലിട്ടായിരുന്നു. കയറുന്നതിന് മുന്നേ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമല്ലോ, മാതാവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം കാണിച്ചു തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കയറിയത്. ഞാൻ വാതിലുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ എന്നെ സീറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു ഗ്രേ കളർ ഷർട്ട് ഇട്ടൊരു ചേട്ടനാണ്. എന്നെ കൊണ്ടുവന്ന് നിർത്തിയത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ബെഞ്ചിൻ്റെ നമ്പർ 7 ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞാൻ നോക്കുമ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഞാൻ 7ാമത്തുള്ള നമ്പറിൽ ഞാനായിരിക്കുന്നത്. എന്നെ കൊണ്ടുപോയി ഇരുത്തിയത് ഒരു ഗ്രേ കളർ ഷർട്ട് ഇട്ട് ചേട്ടനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ എക്സാം മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, പേടിക്കണ്ട എന്നെനിക്ക് ഉറപ്പായി. പക്ഷേ എക്സാം തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു എക്സാം. ഞാൻ ഇത്രയും നാൾ എഴുതിയതിൽ വെച്ചിട്ട് ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാമായിരുന്നു ഞാൻ എഴുതിയത്. ഞാൻ വിചാരിച്ചു ഇതും പോയി എന്ന് വിചാരിച്ചു. കാരണം ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഈ റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിലും പേടിച്ചിട്ടുകൊണ്ട് കുറേയൊക്കെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ട്. ഈ റീഡിങ്ങും ഹിയറിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു, അമ്മ കിട്ടാൻ ചാൻസ് ഇല്ല, നല്ല പാടായിരുന്നു എക്സാം, ഇത്രയും നാൾ എഴുതിയിൽ വെച്ചിട്ടുള്ള ഏറ്റവും പാടുള്ള എക്സാമായിരുന്നു ഇതെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് നവംബറിൽ ഞാൻ ഒരു ചൊവ്വാഴ്ച ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ധ്യാനം നടക്കുക. ധ്യാനത്തിന് ഏറ്റവും അവസാനം ഒരു 1 മണി 1:15 ആ ഒരു സമയമായപ്പോഴേക്കും, ആരാധനയുടെ സമയമായപ്പോഴേക്കും എനിക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നേക്കണേ എൻ്റെ റിസൾട്ട് വന്നെന്നുള്ളത്. ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഈ 1.5 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ച് പാസ്സാവാത്തതും ഞാൻ ഉഴപ്പി നടന്ന് തോറ്റുപോയതിലൊക്കെ നല്ല മാർക്കോടെയാണ് ഞാൻ പാസ്സായത് എക്സാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലായിരുന്നു. ആ ഒരു സമയത്ത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത് എക്സാം പാസ്സായത് കണ്ടപ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്മയടുത്തൊക്കെ പറഞ്ഞു, അമ്മ പാസ്സായി, എനിക്കറിയില്ല എന്താണെന്നൊരു പിടുത്തമില്ല, വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു നിന്നത് എക്സാം പാസ്സായത്. അത് കഴിഞ്ഞ് എൻ്റെ 2 ചേച്ചിമാർ ജർമ്മനിയിലുണ്ട്. അവർ വഴിയാണ് എനിക്ക് കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവരാണ് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കെ ചേച്ചി എനിക്ക് അവിടെ FSJയിൽ കയറാനാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ചേച്ചിയുടെ വേക്കൻസിയിൽ എനിക്ക് കയറാൻ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഒരു ദിവസം എന്നെ വിളിച്ച്. അപ്പോൾ കോൺട്രാക്റ്റ് റെഡിയാക്കണം, അപ്പോൾ നവംബർ ലാസ്റ്റോടെ നമുക്ക് ശരിയാക്കാം. കോൺട്രാക്റ്റ് ശരിയാക്കി കഴിഞ്ഞാൽ ഡിസംബറിൽ അവിടെ ഒന്നും ചെയ്യൂല, അവരെല്ലാവരും ഉരുളോബിന് പോകുന്ന കാരണം കൊണ്ട് ഒന്നിനും ടൈം ഉണ്ടാകത്തില്ല, അവരാരും ഡിസംബറിലൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ജനുവരി ആകുമ്പോഴാണ് എല്ലാം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ജനുവരിയിലായാൽ മതിയെന്ന് പറഞ്ഞു. ഡിസംബർ ഫുൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് കയറിപ്പോകാനായിട്ട് ഒന്ന് ശരിയാക്കണേ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കൈ കിട്ടി, ഒപ്പൊക്കെ ഇട്ട് എല്ലാം ഞാൻ തിരിച്ചു കൊടുത്ത്. എനിക്ക് ആ ഒരു മാസം ഫുൾ ഞാൻ എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എല്ലാം തനിയെ ചെയ്തേ, ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടെ എല്ലാം ചെയ്തത്. ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തതും പേപ്പർ വർക്ക് ചെയ്തതെല്ലാം ഞാൻ തനിയെയാണ്. അത് കഴിഞ്ഞ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലേക്ക് എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. ഞാൻ അതിന് മുന്നേ ഇവിടെ വന്ന് ഞാൻ 2ാമത് എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. ആ സമയത്ത് ഞാൻ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, നന്നായിട്ട് അറ്റൻഡ് ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്കൊരു കാശ് രൂപം കയ്യിലൊക്കെ തന്നിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഇസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലും എനിക്ക് നല്ല തടസ്സമായിരുന്നു. കാരണം ഞാൻ കൊണ്ടുപോയ പേപ്പറിൽ പലതും അവർ പറഞ്ഞു ഇതൊന്നും ഇവിടെ റിക്വയർഡ് അല്ല, ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് അത് മാറ്റി. കുറേയൊക്കെ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവർ വെക്കാൻ പറഞ്ഞു. എനിക്ക് ആകെ അങ്ങനെ പെട്ടെന്ന് ആകെ ഒരു അലച്ചിൽ വന്നപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, പേടിയായി, എല്ലാം ആയി. ഞാൻ ആ സമയത്തിരുന്ന് മൊത്തം വിശ്വാസ പ്രമാണം സ്വർഗസനം എല്ലാം ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണമായിരുന്നു. കാശുരൂപം ഞാൻ കൈവിടാതെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വിസ ഇൻ്റർവ്യൂ എന്നോട് മാത്രം എനിക്ക് മാത്രം ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലായിരുന്നു. ബാക്കിയുള്ളവരെ ഞാൻ നോക്കുമ്പോൾ അവരെ വേഗം വിളിക്കുന്നുണ്ട്, അവരുടെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ മാത്രം സമയമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോൾ കയറിയിട്ട് ഞാൻ ഇറങ്ങുന്നത് തിരിച്ച് 3 മണിക്കാണ്. അതുവരെ ഞാൻ ഭയങ്കര ലാഗ് എടുത്ത് അവിടെ ഇരുന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം ഇങ്ങനെ ലാഗ് വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്കറിയത്തില്ല, നല്ല പാടായിരുന്നു. കാരണം ഓരോ കാര്യത്തിലും എനിക്കത് വേണ്ട ഇത് വേണ്ട, അതെന്താ കൊണ്ടുവരാഞ്ഞേ അങ്ങനെയൊക്കെ ചോദിച്ച് ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കാകെ പേടിയായി,
ഇനിയിപ്പോൾ ഇത് പോവോ, ഇനിയിപ്പോൾ കിട്ടിയില്ല, ഇനി ഒന്നുകൂടെ വെക്കണോ എന്നൊക്കെ ഉള്ള ഇതായി. എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയേക്കുന്നത് ഏപ്രിൽ 1 കയറാനായിട്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പോയി കഴിയുകയാണെന്നാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ വെച്ച് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും എന്തായാലും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ മുട്ടിപ്പായിട്ടായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു, ഇതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് അടിച്ച് കിട്ടണേന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും അമ്മയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് എനിക്ക് മെയിൽ വന്നു, എൻ്റെ വിസ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷൻ കൂടി. 5 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും 7ാമത്തെ ദിവസം വിസ എൻ്റെ കയ്യിൽ കിട്ടി. ആ കിട്ടുന്നതിന് മുന്നേ എനിക്ക് കാലത്ത് മെസ്സേജ് വന്നു, ഇന്ന് ഡെലിവർ ആവും എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ അപ്പം മുതൽ ഒരു ഉച്ച വരെ ഇരുന്ന് ഞാൻ ഭയങ്കര കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പച്ചത്തിരി കത്തിച്ച് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഞാൻ ചോദിച്ച്, മാതാവേ ഇതെനിക്ക് വിസ അടിച്ചല്ലേ തന്നെ, എന്നെ പേടിപ്പിക്കാനല്ലേ ഇത്ര ടെൻഷൻ അടിക്കണേ, അങ്ങനെയൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഓരോന്നും ചോദിക്കുമായിരുന്നു, മാതാവേ എനിക്കിത് അടിച്ചല്ലേ വന്നെ, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ച് താ, എനിക്ക് ടെൻഷൻ അടിച്ചിട്ടും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മാതാവ്, ഞാൻ അത് ചോദിക്കുമ്പോൾ മാത്രം സാധാ നിലയിൽ കത്തിക്കൊണ്ടിരുന്ന തിരി ഞാനിത് ചോദിക്കുമ്പോൾ മാത്രം ആളി കത്തുമായിരുന്നു. അത് ആളി കത്തുന്നത് കാണുമ്പോൾ എനിക്കൊരു സമാധാനം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇനിയിപ്പോൾ ഒരു തവണ വന്നതാണോ എന്നറിയാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴും ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഇത് ആളി കത്തുമായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇത് എൻ്റെ വിസ അടിച്ച് തന്നെയാണ് വരുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുവരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന എനിക്ക് പിന്നെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ അമ്മേനോടും അമ്മാമ്മയോടൊക്കെ പറയായിരുന്നു, പേടിക്കണ്ട, വിസ അടിച്ച് തന്നെയാണ് വരണേ, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതും പറഞ്ഞിരിക്കും 1 മണിയായപ്പോഴേക്കും എനിക്ക് എൻ്റെ വിസേൻ്റെ കൈ കിട്ടി. ഞാൻ തുറന്ന് നോക്കിയതും ആദ്യം ഞാൻ കണ്ടത് ഒരു പേപ്പറാണ്. ഞാൻ കേട്ടിട്ടുണ്ട് വിസയുടെ കൂടെ ഒരു പേപ്പർ വരാണെങ്കിൽ അത് റിജക്ഷനാണ് എന്നാണ് ഞാൻ കേട്ടേക്കണേ. അപ്പോൾ തന്നെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഒരു പേപ്പർ കാണുന്നുണ്ട്, റിജക്ഷനാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഇല്ല നീ നോക്ക്, നിനക്ക് ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ നീ നോക്കെന്ന് പറഞ്ഞു. ഞാൻ ആ പേപ്പർ എടുത്താണ് ആദ്യം നോക്കിയത്. ഇനി റിജക്ഷൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം നോക്കിയപ്പോൾ അത് റിജക്ഷൻ്റെ അല്ലായിരുന്നു. എനിക്ക് ബില്ല്, ഒരു റെസിപ്റ്റ് എന്നുള്ള രീതിയിൽ അവരെനിക്ക് ബില്ലടിച്ച് തന്നേക്കണ ഒരു പേപ്പറായിരുന്നു. ബാക്കി ഞാൻ വിസയുടെ പാസ്പോർട്ട് തുറന്ന് നോക്കിയത് എനിക്കെൻ്റെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പ്രാർത്ഥിച്ച പോലെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 7ാമത്തെ പേജിൽ എനിക്ക് എൻ്റെ വിസ അടിച്ച് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഉടമ്പടി ഇവർ ഈ സാക്ഷ്യം പറയുമ്പോൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവർ പറയണത് 7ാമത്തെ പേജിൽ അവർക്ക് അടിച്ച് കിട്ടി എന്നൊക്കെ. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ എനിക്കും 7ാമത്തെ പേജിൽ അടിച്ച് കിട്ടിയപ്പോൾ എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കരഞ്ഞ് ആകെ ഞാൻ അമ്മയടുത്തൊക്കെ പറയായിരുന്നു, എനിക്കും അടിച്ച് കിട്ടി, 7ാമത്തെ പേജിൽ എനിക്കും വിസ അടിച്ച് കിട്ടി എന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ അപ്പച്ചി നാട്ടിലില്ല, അപ്പോൾ ഞാൻ അപ്പേനെയൊക്കെ വിളിച്ച് ഞാൻ കരഞ്ഞ് ഇങ്ങനെ പറയായിരുന്നു, കിട്ടി അപ്പച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ എല്ലാം ഈ 1.5 കൊല്ലം ഒരു 2 കൊല്ലം നടക്കൂല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം ഒരു 6-7 മാസത്തിനുള്ളിലാണ് മാതാവ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സാധിച്ചെന്നത്. ഞാൻ ഏപ്രിൽ 1 ജർമ്മനിക്ക് പോവുകയാണ്. കാലത്ത് 10:30 ഫ്ലൈറ്റ്. എല്ലാം ശരിയായിട്ടുണ്ട്. ഇത്രയും എനിക്ക് സാധിച്ചെന്ന അമ്മ മാതാവിനോട് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയാണ്. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു മഠമുണ്ട്, ഹോൾഡ് ഏജ് ഹോമാണ്. അപ്പം ഞാൻ എല്ലാ ദിവസം കാലത്ത് കുർബാനയ്ക്ക് പോയായിരുന്നു. കുഞ്ഞിലേ മുതൽ ശീലിച്ചൊരു കാര്യമാണ് കുർബാന കൂടാന്നുള്ളത്. അപ്പോൾ കുഞ്ഞിലേ മുതൽ അത് ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിൽ കാരുണ്യപ്രവൃത്തി എന്നുള്ള രീതിയിൽ എനിക്ക് പോകാൻ നല്ല മടിയായിരുന്നു മഠത്തിലൊക്കെ. കാരണം ഞാൻ അവിടെ ചെന്ന് ഞാൻ എന്ത് ചെയ്യും, അവരെ കുളിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഒരിക്കൽ ചെന്നു കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഓർത്ത് ഫസ്റ്റ് ഡേ അല്ലേ, അവരൊന്നും ചെയ്യിപ്പിക്കില്ല എന്ന് ഓർത്തിരിക്കണേയായിരുന്നു. പക്ഷെ ചെന്നപാടെ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ അമ്മച്ചീനെ കുളിപ്പിച്ചോന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. പക്ഷെ ആ അമ്മച്ചി ഞാനായിട്ട് ഭയങ്കരമായിട്ട് സഹകരിച്ച് ഞാനന്ന് നന്നായി കുളിപ്പിച്ച്, എനിക്ക് ഒരു കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ദിവസം ഒരു 3-4 പേരെ ഞാൻ കുളിപ്പിച്ച് അവർക്ക് ഫുഡ് കൊടുത്ത് അവരുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിനോടത്ത് കൊണ്ടുവന്നിട്ട് ആ ഡ്രസ്സൊക്കെ ഉണങ്ങി ഇത് വിരിച്ചിടാനും പിന്നെ അവരോട് കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ ഞാൻ ഫുൾ നോക്കിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി ഫസ്റ്റ് ദിവസം പോയപ്പോൾ. പിന്നെ ഞാൻ ഡെയിലി കുർബാന കഴിഞ്ഞ് ഞാൻ നേരെ പോണത് മഠത്തിലോട്ടായിരുന്നു. മഠത്തിൽ ചെല്ലും, ഇവരെല്ലാവരെയും ഞാൻ കാണും, ഇവരെ കുളിപ്പിക്കും, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. എനിക്കിതൊരു കാരുണ്യ പ്രവൃത്തിയായിട്ടല്ല, മറിച്ച് എനിക്ക് എന്തോ സ്വന്തം വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയോടും ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഞാനും അമ്മ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അത് വീടിൻ്റെ അടുത്തും അല്ലാണ്ടൊക്കെ ആയിട്ട് ഞാൻ ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും കൊടുക്കും. അറിയാൻ പാടില്ലാത്ത ഹിന്ദുക്കൾ അവർക്കൊക്കെ ചെന്ന് ഞാൻ കൊടുത്തും വായിക്കണം ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഈ ഒരു മാസം വരെ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഈ ഉടമ്പടി പത്രം കൊടുക്കാന്നുള്ളത്, കൃപാസന പത്രം കൊടുക്കാന്നുള്ളത്. ഞാൻ പിന്നെ ഉടമ്പടി എടുത്ത് ആ ഒരു ശേഷം അച്ഛൻ്റെ ധ്യാനം എല്ലാ
ആഴ്ചയിൽ ചൊവ്വാഴ്ച അത് ഞാൻ മുടങ്ങാതെ കൂടായിരുന്നു. അതുപോലെ കുറേ പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ഈ സ്റ്റേജിൽ വന്ന് നിന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന്. ഞാൻ കുറേ പേരുടെ സാക്ഷ്യം കേട്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ഞാൻ അവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ കൊടുത്തിട്ടും ഈശോയെ ഞങ്ങൾക്ക് സാധിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. സ്വഭാവത്തിൽ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം കൂടുതലുള്ള ഒരാളാണ്. പൊതുവേ ദേഷ്യം കൂടുതലുള്ളതാണ്. അത് കുറേ എനിക്ക് മാറ്റാൻ പറ്റി. പിന്നെ ഭക്തി, എനിക്ക് പള്ളിയിൽ പോയി കുർബാന കാണും എന്നല്ലാണ്ട് എനിക്ക് ഒന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് ഒരാളോട് ഞാൻ എപ്പോഴും തുറന്നടിച്ച് ഞാൻ പറയും, പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, ഈശോയോടും മാതാവിനോടും പറഞ്ഞാൽ കിട്ടാതായിട്ട് ഒന്നുമില്ല, അനുഭവം കൊണ്ട് പറയുന്നതെന്ന് പറയും. അങ്ങനെ കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുറപ്പാട് 33:14 ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആലിയ ഷിബു എന്ന ഈ മകൾ തൻ്റെ ജർമ്മൻ ഭാഷാ പഠനത്തിൻ്റെ B2 പരീക്ഷ വിജയിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നിരന്തരമായി പരാജയപ്പെട്ട് 7-8 തവണ എഴുതി പരാജയപ്പെട്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ആ പരീക്ഷ വിജയിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത്. പ്രിയമുള്ളവരെ, നാം പഠിക്കുന്നവരാകും, പഠനത്തിൽ പലതും നമുക്ക് മനസ്സിലാവാതെ ക്ലേശിക്കുന്നുണ്ടാവും. പരീക്ഷ അടുത്തെത്തിയിട്ട് പഠിക്കുവാൻ ഏറെയുണ്ട് എന്ന വിചാരം നമുക്കുണ്ടാകാം. നമ്മൾ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ലല്ലോ എന്ന ആദ്യം നമ്മളെ മതിക്കുന്നുണ്ടാവാം. നാം അമ്മ മാതാവിൻ്റെ കൃപാസന നടയിലെത്തിയിട്ടുണ്ടോ? ഉടമ്പടിയെ നിങ്ങൾ സ്നേഹിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ടോ? നമുക്ക് വിശുദ്ധിയോടുകൂടി അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായ വിശ്വസ്തതയിൽ നമ്മുടെ പരീക്ഷകളെ, ഓരോ വിഷയത്തെയും നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ചോദ്യങ്ങളെ, അതിനുള്ള ഉത്തരങ്ങളെ അമ്മ നമ്മളെ സഹായിച്ച് കണ്ണുകൾക്ക് തെളിക്കുവാൻ, കരങ്ങൾക്ക് മുമ്പിൽ എഴുതുവാൻ, നമുക്ക് ഓരോ ഉത്തരവും സമയച്ചുരുക്കത്തിൽ എഴുതി പൂർണ്ണ വിജയം, നല്ല വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ക്രിസ്ത്യാനികൾ നല്ല കുമ്പസാരം നടത്തി പൂർണ്ണമായും ദൈവത്തോട് അനുദപിച്ചുകൊണ്ട്, സഹോദരങ്ങളോട് രമ്യതപ്പെട്ടുകൊണ്ട്, മാതാപിതാക്കൾക്ക് അനുസരിച്ച് വളരുമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് ഒരു നല്ല കുമ്പസാരത്തിലൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവണം. മറ്റുള്ളവർ ഹൃദയത്തിൽ പൂർണ്ണമായും അനുദപിച്ചുകൊണ്ട്, നമ്മുടെയൊക്കെ തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ പൂർണ്ണമായി വിട്ടുപേക്ഷിച്ചുകൊണ്ട് ആദരവോടുകൂടി ആ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാവുക. നമ്മുടെ ഓർമ്മയും ബുദ്ധിയുമായിരിക്കില്ല, ദൈവത്തിൻ്റെ കരുണയും കരുതലുമായിരിക്കും. ഏറ്റവും ക്ലേശമെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നല്ല വിജയത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുക. ഈ മകൾക്ക് വിജയം നൽകിയ കർത്താവിന്, എല്ലാം ഫലപ്രദമാക്കിയ കർത്താവിന്, സമയച്ചുരുക്കത്തിൽ വിദേശത്തേക്കുള്ള യാത്രയും പഠനവും സുരക്ഷിതമാക്കിയ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് എൻ്റെ ഫാമിലിയെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി മാറ്റിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മൂത്ത കുഞ്ഞ്, മറ്റേത് എൻ്റെ ഇളയ കുഞ്ഞ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. 2023 ഒക്ടോബർ 8 ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുൻപേ എനിക്കൊരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനുണ്ട്. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി ഞാൻ കേട്ടത് യൂട്യൂബ് ചാനൽ വഴിയാണ്. അപ്പോൾ തന്നെ ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് കൊടുത്തു. എനിക്ക് ഗ്യാസിൻ്റെ അസിഡിറ്റിയും കലശലായ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആയുർവേദവും അലോപ്പതിയും 2-3 മാസത്തോളം ഞാൻ നോക്കിയായിരുന്നു, യാതൊരു കുറവും ഇല്ലായിരുന്നു. ആയതിനാൽ ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് കൊടുത്തത് പ്രകാരം അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഈ നിമിഷം വരെ ആ അസുഖം എനിക്ക് തിരിച്ചു വന്നിട്ടില്ല. 2023 ഒക്ടോബർ 8 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഈശോയ്ക്ക് നന്ദി പറയുവാനും മാതാവിനെ ഒന്ന് നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങാനും നന്ദി പറയുവാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആദ്യം ഇവിടെ വന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു കൂളിംഗ് എഫക്റ്റ്, അത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കുള്ളൊരു എഫക്റ്റ് എൻ്റെ മനസ്സിനും ശരീരത്തിനും തോന്നി. നല്ല മുല്ലപ്പൂ വാസന ഉണ്ടായിരുന്നു. ഉടമ്പടി എടുക്കുക എന്നൊരു ലക്ഷ്യം എനിക്കില്ലായിരുന്നു, കാരണം ഞാനൊരു നോൺ ക്രിസ്ത്യാനിയാണ്, അതിനുള്ളൊരു യോഗ്യതയില്ല എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നീ ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ അമ്മ ഇവിടെ നിർത്തിയത് എല്ലാ കോടാനുകോടി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തു അമ്മയെ വഹിച്ചു കൊണ്ടുവരുവാനുള്ള 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴും അമ്മയെ വഹിച്ചു കൊണ്ടുവരാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. 3 നിയോഗങ്ങൾ എൻ്റെ വ്യക്തിപരമായ നിയോഗങ്ങളായിരുന്നു. ബാക്കി 3 നിയോഗങ്ങളും ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ആദ്യം നിയോഗം വച്ചത്. എൻ്റെ മൂത്ത കുഞ്ഞിന് 10 വയസ്സായിരുന്നു.
അപ്പോൾ രണ്ടാമതൊരു കുട്ടി വേണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മൂത്ത കുഞ്ഞിന് ഭയങ്കര ആഗ്രഹം, അവനൊരു കുഞ്ഞുവാവേ വേണമെന്ന്. അങ്ങനെ 2 വർഷം അത് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയെ കിട്ടിയില്ല. ഞങ്ങളെ പദ്ധതിയല്ല നടന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ നടന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചു. IVF അല്ലാതെ വേറൊരു ചാൻസ് ഇല്ല, എഗ്ഗ് കുറവാണ്, ഉള്ള എഗ്ഗ് ക്വാളിറ്റി ഇല്ല, IVF സാധ്യതയുള്ളൂ എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഈശോയെ കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഈശോയോട് നല്ല അടുപ്പമായിരുന്നു. കൃപാസനത്തിൽ വന്നതിന് ശേഷം എനിക്കൊരു മാതാവിനെ ഈശോ തന്നു. മാതാവിനെ ഈശോയും മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു. 2024 മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2 മാസമായപ്പോൾ ഞാനൊരു സാക്ഷ്യം, ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയുണ്ടായി. ഒരു പെൺകുട്ടി വന്ന്, പ്രഗ്നൻ്റ് ലേഡിയാണ്, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. അച്ഛൻ അതിൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, ഈ കുട്ടിയെ നിനക്ക് കിട്ടില്ല, ഇത് ചാൻസ് കുറവാണ് മോളെ, വിഷമിക്കരുത്, മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ 2.5 മാസമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം കണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ സ്ക്രോൾ ചെയ്ത് മാറ്റി. പിന്നെ ഞാൻ അതങ്ങ് വിട്ടായിരുന്നു. പിന്നെ അടുത്ത സ്കാനിങ് ചെന്ന്, അടുത്ത 2 ആഴ്ച കഴിഞ്ഞുള്ള സ്കാനിങ്ങിൽ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഹാർട്ട് ബീറ്റ് പൂർണ്ണമായിട്ട് നിലച്ചു, പ്രീവിയസ് സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പോഴത്തെ സ്കാനിങ്ങിൽ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നിലച്ചിരിക്കുകയാണ്. അത് മാതാവ് എനിക്ക് മുൻപേ കാണിച്ചു തന്ന സാക്ഷ്യത്തിലൂടെ മാതാവ് കാണിച്ചു തന്ന ഒരു സന്ദേശമാണെന്ന് ഞാൻ കരുതുന്നു. മനസ്സ് തളർന്നില്ല, വീണ്ടും പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിനെ കുഞ്ഞിനെ ഓർത്തായിരുന്നു സങ്കടം. കാരണം എൻ്റെ മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞുവാവി. പിന്നെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഹസ്ബൻഡ് ബേക്കിലോട്ട് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചാലും, എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും എൻ്റെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. അങ്ങനെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയിരുന്നു. പിന്നെ ഓഗസ്റ്റിലായപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഇവിടെ വന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പറഞ്ഞു, വന്ന് സാക്ഷ്യം പറഞ്ഞോളണമെന്നും. അങ്ങനെ ഡിസംബർ 6-ന് 2024 ഡിസംബർ 6-ന് ഞാനിങ്ങനെ ബെഡിലിങ്ങനെ കിടക്കുകയായിരുന്നു, ഉറങ്ങുകയല്ല, നല്ല ബോധത്തോടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു, ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ പ്രാവശ്യമെങ്കിലും ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവ് ആയിരിക്കണമേ എന്ന്. അങ്ങനെ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ നാളിൽ തന്നെ, അതായത് ഡിസംബർ 7-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പോസിറ്റീവ് ആകുന്നു. ഞാൻ പെട്ടെന്ന് അതിനു മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ പോസിറ്റീവ് ആവണേന്ന് ഞാൻ പ്രാർത്ഥിച്ച ടൈമിൽ ഒരു കുട്ടി വന്ന് എന്നോട് നല്ല വോയിസ് ക്ലിയർ ആയിട്ടാണ് ഞാൻ കേട്ടത്, എൻ്റെ ഉറക്കത്തിലല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇങ്ങനെ പറയുകയുണ്ടായി, ഈ പ്രാവശ്യം ഇയാൾക്ക് പോസിറ്റീവ് ആകുമെന്ന്, ഈ മാസത്തെ തന്നെ പോസിറ്റീവ് ആകുന്നു. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, എനിക്ക് പോസിറ്റീവ് ആകുന്നു. വളരെ സന്തോഷമുണ്ടായി. മാതാവിനും ഈശോയോടും നന്ദി പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ അങ്ങനെ അമ്മയുടെ ദിവസം തന്നെ, അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ എനിക്കൊരു പോസിറ്റീവ് വാർത്ത കേൾക്കാനിട വന്നു. അത് അമ്മയുടെ അനുഗ്രഹമാണ്. അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താലാണ് ഇനി ഞാൻ എനിക്ക് കിട്ടാൻ പോകുന്ന കുഞ്ഞ് നിലനിൽക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് പൂർണ്ണമായി തന്നു. അങ്ങനെ വീണ്ടും സ്കാൻ ചെയ്യാൻ പോയി. ഫസ്റ്റ് സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ഒന്നും കാണാനില്ല, അടുത്ത സ്കാനിങ്ങിൽ വരണമെന്ന്. അങ്ങനെ അടുത്ത സ്കാനിങ് ചെന്നപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി, ഇത് ക്വാളിറ്റി ഇല്ല, ഇയാൾക്ക് എഗ്ഗ് കുറവാണെന്നല്ലേ പറഞ്ഞത്, ക്വാളിറ്റി ഇല്ല, കിട്ടില്ല. ഇയാളോടല്ലേ പറഞ്ഞ് IVF ചെയ്യണമെന്ന്, കിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഒരു ഷോക്കാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഉറപ്പായിരുന്നു. കാരണം 7-ാം തീയതിയാണ് എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമായിരുന്നു ഈ കുഞ്ഞിനെ എനിക്ക് നൽകുമെന്നുള്ളത്. അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. ഒക്ടോബർ 28, 2025 ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു. അതിന് മുന്നായി തന്നെ ഈ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് ഇമ എന്നാണ്. ഈശോയും മാതാവും തന്നതുകൊണ്ട് തന്നെ ഞാൻ ഇമ എന്ന് പേരിട്ടു. ഈശോയും മാതാവും തന്ന ഗിഫ്റ്റാണ് എനിക്ക് ഈ കുഞ്ഞ്. ആരോഗ്യത്തോടെ തന്നെ എനിക്ക് പ്രഗ്നൻസി ആ സമയത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിനെ ആരോഗ്യത്തോടെ തന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ ജോലിപരമായിട്ട് ഒരു പ്രതിസന്ധി ഘട്ടം വന്നു. ഹസ്ബൻഡിന് ഫിനാൻഷ്യലി ഒരു ചീറ്റിംഗ് ഫേസ് ചെയ്യേണ്ടി വന്നു. അതിലൂടെ ഹസ്ബൻഡ് ഞാനും വളരെ വിഷമത്തിലായിരുന്നു. നമുക്കൊരു വഴി കാണിച്ച് തരണേ എന്ന് മാതാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും മാതാവ് ഒരു വഴി കാണിച്ച് തരികയും അതിലൂടെ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ രോഗസൗഖ്യമെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനും ഹസ്ബൻഡിനും എനിക്കും ആയാലും എന്നും ഞാൻ ഉടമ്പടി തൈലം, രാവിലെ ഉണർന്ന ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രി കിടക്കാൻ നേരത്തും ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിക്കുമായിരുന്നു. അതിനെല്ലാം നമുക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുമായിരുന്നു. ഈ കുഞ്ഞിന് എൻ്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് 7-ാം മാസത്തിൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ചർച്ചിലൊക്കെ ചെല്ലുമ്പോൾ കെട്ടുകണക്കിന് കൃപാസനം പത്രമാണ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഈ മനുഷ്യരിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് അവിടെ വയ്ക്കാനാണോ മനുഷ്യരിങ്ങനെ വാങ്ങുന്നത്? അങ്ങനെ എനിക്ക് അത് കാണുമ്പോൾ സങ്കടം വരും. പക്ഷേ അത് ഞാൻ എടുത്ത് സന്തോഷത്തോടെയാണ് എടുക്കാറുള്ളത്. കാരണം എനിക്ക് പത്രം എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. എവിടെ പത്രം കണ്ടാലും ഞാനത് എടുത്ത് ആൾക്കാർക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്നു. ആ 7-ാം മാസത്തിൽ ഞാൻ നടന്ന് പത്രം കംപ്ലീറ്റ് വിതരണം ചെയ്യും. എനിക്ക് 4-5 കെട്ട് പത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വെട്ടുകാട് ചർച്ചിൽ നിന്നും കെട്ടുകണക്കിന് പത്രം കിട്ടും. ഒരു മനുഷ്യരും അത് എടുക്കാതെയാണ് പോകുന്നത്. ഞാൻ സന്തോഷത്തോടെ എടുത്ത് പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് പാവങ്ങളെ സഹായിക്കുമായിരുന്നു. പണ്ട് മുതലേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിപ്പോൾ ഉള്ളത് 50 രൂപയാണ് എൻ്റെ പേഴ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ 50 രൂപ ഞാൻ എടുത്ത് കൊടുക്കുമായിരുന്നു. പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കും, അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും. പിന്നെ ആത്മീയമായി ഒരുപാട് വളർന്നിട്ടുണ്ട്. കാരണം ദൈവകൃപയിൽ ജീവിക്കുവാൻ ഒരു നോൺ ക്രിസ്ത്യാനി ആയിട്ട് കൂടി എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഈശോ എങ്ങനെയാണെന്ന് അറിയില്ല, ഈശോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഞാൻ മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് പ്രാധാന്യം കൊടുത്താണ് എൻ്റെ ലൈഫ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ചെറിയൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും മാതാവ് എനിക്ക് വലിയൊരു നന്മയ്ക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ രീതിയിലുള്ളൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായത്. ഈശോയ്ക്കും മാതാവിനും സർവശക്തനായ പിതാവിനും പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം, ജപമാല ഡെയിലി ഞാൻ ചൊല്ലും, വചനം എഴുതും. ഒരു 4 ബുക്കോളം വചനം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഡെയിലി വായിക്കും. ബൈബിൾ വായിക്കും. ഒരു 6-7 ബൈബിൾ വായിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ജപമാല എന്ന് ചൊല്ലാറുണ്ട്. പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ സിറ്റുവേഷനിൽ കൂടെ ഒരു കുട്ടി ഇതുപോലൊരു പ്രഗ്നൻ്റ് ലേഡി കടന്നു പോയി. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ മാതാവിനെ കുറിച്ച് പറയുകയും നീ പ്രാർത്ഥിക്കണം, ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ കുട്ടിക്കും ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ മാതാവ് നൽകി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനുഭവം ഞാൻ കാണുന്ന എല്ലാ വ്യക്തികളോടും പറയാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഒരുപാട് പേര് അത് വേണ്ടെന്ന് നിരസ്കരിക്കാറുണ്ട്. എനിക്ക് അവരെ ഓർത്ത് സങ്കടമാണ്. കാരണം മാതാവിനെ അറിയാനുള്ളൊരു ഭാഗ്യം അവർക്കില്ല. ഞാൻ എപ്പോഴും പത്രം കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഈശ്വരാ ഇത് അർഹതപ്പെട്ടവരെ കയ്യിൽ തന്നെ കൊണ്ട് എത്തിക്കണമേ, വേണ്ടാത്തവർക്ക് ഒരിക്കലും ഇത് അവർ തിരിച്ചെൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണേ. കാരണം അവർ വാങ്ങിച്ചു വെച്ചിട്ട് എവിടെ കൊണ്ട് കളയുന്നേക്കാളും അത് തിരിച്ചെൻ്റെ കയ്യിൽ തന്നെ കിട്ടുന്നതാണ് നല്ലത്. ആവശ്യമുള്ളവർക്കാണ് ദൈവത്തിനെ കൊണ്ട് ഉപയോഗം. അങ്ങനെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം വചനമാണ്. ഡിസംബർ 7-ാം തീയതിയാണ് ഈ മകൾ കൺസീവ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ തീർച്ചയാക്കി ഇത് പരിശുദ്ധ അമ്മയുടെ കൃപ തന്നെയാണ്. കാരണം ഡിസംബർ 7-ാം തീയതി ആണ് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ. ഈ മകൾ പ്രാർത്ഥിച്ചത് ആ അമ്മയോടാണ്, കൃപാസനം അമ്മയോടാണ്. ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ നൽകിയ കുഞ്ഞാണ്. ഡിസംബർ 7-ാം തീയതി ഈ മകൾ കൺസീവ് ആകുകയും പിന്നീട് ഒരിക്കലും ഒരു ഭയക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഡോക്ടർ പല കാര്യങ്ങളും പറഞ്ഞു. സ്കാൻ റിപ്പോർട്ട് വന്നപ്പോഴും ഡോക്ടർ പറഞ്ഞത് നോ ഇഷ്യൂ എന്നാണ് പറഞ്ഞെന്നാലും നിലനിൽക്കില്ലെന്നാണ്. ഈ പ്രഗ്നൻസി ടെസ്റ്റിന് ശേഷം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ക്വാളിറ്റി ഇല്ല, നിലനിൽക്കില്ല. പിന്നീട് വീണ്ടും അബോഷൻ്റെ ഒരു ഇതിലേക്കാണ് പോയത്. പക്ഷെങ്കിൽ ഈ മൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഡിസംബർ 7 അമ്മയുടെ ദിവസം തന്ന കുഞ്ഞാണ്. തന്നെയുമല്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം പറയണമെന്ന്. ഈ 2 കാര്യത്തിൽ ഉള്ളതുകൊണ്ട് ഈ മൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെ ഈ ആലയത്തിൽ വന്ന് നിൽക്കുമെന്ന്. അങ്ങനെയാണ് ഈ മകള് ഓഗസ്റ്റ് 28-ാം തീയതി ഇമ എന്ന കുഞ്ഞിന് ജന്മം നൽകി ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു നല്ല സാക്ഷിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നീട് പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ ജോലിയിലൊരു പ്രതിസന്ധിയായിരുന്നു. അതും ഈശോയുടെ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ ജോലിയിലെ പ്രതിസന്ധി മാറി പിന്നീട് രോഗസൗഖ്യം ലഭിച്ചത്. മകൾ പറഞ്ഞ ഓരോ കാര്യവും പത്രം കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞത് അക്രൈസ്തവയായ ഈ മകൾക്ക് സ്നേഹത്തോടെയാണ്, ഒരു ഡ്യൂട്ടി ആയിട്ടല്ല പത്രം കൊടുക്കുന്നത്, ദൈവസ്നേഹത്തിലാണ് പത്രം കൊടുക്കുന്നത്. ഓരോ പ്രാവശ്യം 7-ാം മാസം, അതായത് ഒരു പ്രഗ്നൻ്റായ ലേഡി 7-ാം മാസത്തിൽ പള്ളികളിൽ ചെന്ന് പത്രം എടുത്ത് മറ്റുള്ളവർ ഉപേക്ഷിച്ചിട്ട് പോയ പള്ളിയിൽ കിടക്കുന്ന പത്രങ്ങളെടുത്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ദൈവത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ പല കാര്യങ്ങളും നമ്മളോട് ദൈവത്തോട് ചോദിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് എപ്പോഴും പറയും, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തതെന്ന്. ഒരുപക്ഷെ ഇവർ വിശേഷവിധിയായിട്ട് 7-ാം മാസത്തിലും
ഓരോ പള്ളികളിൽ ചെന്നിട്ട് പത്രം എടുത്ത് ആ വീണ് കിടക്കുന്ന പത്രക്കെട്ടുകളെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ആ തീഷ്ണത, ആ സ്നേഹം, ആ വിശ്വാസമാകാം ഒരുപക്ഷെ ഇന്ന് ഈ കൊച്ചുമകളുമായിട്ട് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വരാൻ സാധിച്ചത്. നിരസിക്കുമ്പോൾ, മറ്റുള്ളവരെ നിരസിക്കുമ്പോൾ മാതാവിനെ അറിയാനുള്ള ഭാഗ്യമില്ല എന്നോർത്താണ് സങ്കടം. പത്രം എടുത്തില്ലെന്നോർത്തല്ല ഇമ്മൾക്ക് സങ്കടം. മാതാവിനെ അറിയാനുള്ള ഭാഗ്യമില്ല, അവർക്കില്ല എന്നോർത്താണ് ഈ മകളുടെ സങ്കടം. നമ്മുടെ ജീവിതത്തിലും തീഷ്ണതയോടെ, വിശ്വാസത്തിലധികം വിശ്വസ്തയോടെ, ദൈവസ്നേഹത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സൗമ്യയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് തിരുക്കുമാരനും ഞാനും എൻ്റെ കുടുംബം മുഴുവൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി, ഇതെൻ്റെ ഭർത്താവ് ജോഷി, ഇതെൻ്റെ മൂത്ത മകൻ ജോൺ, ഇത് ജെറോം. 13/3/2021 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 1 മാസം മുമ്പ് ഓൺലൈനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ കൃപാസനെ കുറിച്ച് ആദ്യമായി കേട്ടത് എൻ്റെ അടുത്തുള്ളൊരു ലാറ്റിൻ ചർച്ചിൽ നിന്ന് ഒരു ബസ് പോകുന്നത് അറിഞ്ഞിട്ടാണ്. പക്ഷെ അന്ന് എനിക്ക് വരാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ 6 നിയോഗങ്ങൾ നമ്മൾക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സാധിച്ചു കിട്ടും എന്നാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം. അങ്ങനെ ഞാനും തീരുമാനിച്ചു ഉടമ്പടി എടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ 6 നിബന്ധനകളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. ഇത് ചിലപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നാളത് ഇങ്ങനെ ഉടമ്പടി എടുക്കാതിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഇപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഇത്തിരി പ്രതികൂലമായപ്പോൾ ഉടമ്പടി അല്ലാതെ മറ്റു വഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ വചനങ്ങളൊക്കെ കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് കിട്ടിയൊരു വചനമാണ് യോഹന്നാൻ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പം ഞാനത് വായിച്ചു നോക്കി. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞു, നിങ്ങൾ ഈശോ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ വീണ്ടും വായിച്ചു നോക്കി, അധ്യായം മുഴുവൻ വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈശോ ഉടമ്പടി എടുക്കാനായിരിക്കും എന്നോട് പറയുന്നതെന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്തു. അങ്ങനെ ഉടമ്പടിയുടെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉടമ്പടിയിലെ ഏറ്റവും മെയിനായിട്ടുള്ള വചനം എന്ന് പറയുന്നത് അമ്മ ഈശോ പറയുന്നത് പോലെ ചെയ്യാനാണെന്ന്. അപ്പോൾ എനിക്ക് ധൈര്യമായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചു. എല്ലാം നല്ലപോലെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-20 വർഷത്തോളമായി ആൾക്ക് അലർജി രോഗം ഉണ്ടായിരുന്നു. അലർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്മലും ജലദോഷം, ഡെയിലി എല്ലാ സമയവും ജലദോഷമായിരുന്നു. ഒരു വ്യത്യാസം, കുറേ മരുന്നുകളൊക്കെ കഴിച്ചെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ട് നെയ്സൽ ഡ്രോപ്പ് ആൾ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നെയ്സൽ ഡ്രോപ്പ് ഉപയോഗിച്ച് അവസാനം ആൾക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വരെ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് മൂക്കിൽ പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊരു 2 ആഴ്ചത്തോളം കഴിഞ്ഞപ്പോഴേക്കും ആളുടെ ആ അസ്വസ്ഥതകളൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ചോദിച്ചപ്പോഴാണ് ആളും ഇങ്ങനെ നോക്കുന്നത് മാറിയല്ലോ എന്ന്. അങ്ങനെ അത് പിന്നെ പൂർണ്ണമായിട്ട് അതിന് സൗഖ്യം ലഭിച്ചു. പിന്നീട് ഒരിക്കലും അത് വന്നിട്ടില്ല. പിന്നീട് രണ്ടാമതായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നൊരു സംഭവമായിരുന്നു. അതായത് ഞാൻ ഒരു 6 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞങ്ങൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കോമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയിരുന്നത്. അപ്പോൾ ആൾ സ്കൂട്ടറിൽ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. വരുന്ന സമയത്ത് ഒരു പിക്കപ്പ് വാൻ വന്ന് ഇടിച്ചു. അവിടുന്ന് കോമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇടിച്ച വണ്ടിക്കാരൻ ആളെ ഹോസ്പിറ്റലിലേക്ക് ആക്കി. അപ്പോൾ ഞാനൊരു 7 മണി സമയത്ത് വിളിച്ചപ്പോൾ ആൾ ജോലി കഴിഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമം ഒരു 8 മണിക്ക് വീട്ടിലെത്തേണ്ട ആളായിരുന്നു. ഒരു 8:30 ആയിട്ടും ഞാൻ വിളിച്ചു, കോളൊന്നും എടുക്കുന്നില്ല ആരും. അങ്ങനെ ഒരു ഏകദേശം ഒരു 9 മണി കഴിഞ്ഞ സമയത്ത് ഒരു ആൾ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോൾ ആരാ വിളിക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വൈഫാണ്. ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ ഫോണല്ലേ ഇത്, നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ PRO ആണ് സംസാരിക്കുന്നത് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, മോള് പേടിക്കൊന്നും വേണ്ട, ചേട്ടനൊരു പതുക്കെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, വണ്ടിയൊന്നും മറിഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, ആളിപ്പോൾ ഹോസ്പിറ്റലുണ്ട്, മോള് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ടെൻഷൻ വന്നെങ്കിലും എൻ്റെ മനസ്സിൽ വന്നൊരു ചിത്രം എന്ന് പറയുന്നത് ആളൊരു കല്ലിൽ തട്ടിയിട്ട് വണ്ടി മറിഞ്ഞ് കിടക്കുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ വേറെ വണ്ടി ഇടിച്ചതാണെന്നോ ഒന്നും എൻ്റെ മനസ്സിൽ വന്നില്ല. അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ടെൻഷനില്ല.
അപ്പോൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിക്കേണ്ട ഒരു ഇത് മാതാവ് എനിക്ക് വരുത്തിയില്ല. അപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ധൈര്യം മാതാവ് തന്ന സമയത്ത്. അങ്ങനെ ആൾ പറഞ്ഞു, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അപ്പോൾ അമ്മേനോട് ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ആളുടെ അവസ്ഥ വളരെ മോശമാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ആകെ പേടിച്ചു. പക്ഷെ അമ്മയ്ക്ക് പേടി എന്നെ കാണിക്കാനും പറ്റില്ല. അമ്മ വേഗം പേടിച്ചിട്ട് എന്നോട് തന്നെ പറഞ്ഞു, അമ്മ മോള് ഒരു കാര്യം ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെയും ചേട്ടൻ്റെ അനിയനൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ എത്തിയപ്പോൾ ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ MRIയും CT സ്കാനൊക്കെ ചെയ്തപ്പോൾ ആളുടെ തലയിൽ വെയിൻ പൊട്ടിയിട്ടുണ്ട്, നട്ടെല്ലിനും ക്ഷതങ്ങളുണ്ട്. അപ്പോൾ അവിടെ ന്യൂറോ സർജൻ ഇല്ലാത്ത കാരണം എത്ര വേഗം ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവർ. തൃശ്ശൂരുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ജൂബിലി മിഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവർ സമയത്ത് എന്നെ ഒന്നും ഇവർ അറിയിച്ചിരുന്നില്ല. ഞാനിങ്ങനെ ഒരു ധൈര്യത്തിൽ മാതാവ് ഉണ്ടല്ലോ എന്നൊരു ധൈര്യത്തിൽ ഞാനങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇവർ ജൂബിലി മിഷനിൽ കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ന്യൂറോ സർജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജൂനിയർ ഡോക്ടറുടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ആൾക്ക് വലിയ സ്കോപ്പൊന്നും തോന്നുന്നില്ല, കാരണം ആളുടെ കണ്ണിലേക്ക് ടോർച്ചൊന്നും അടിച്ചിട്ടൊരു റിയാക്ഷനൊന്നും കാണുന്നില്ല ആൾക്ക്. അപ്പോൾ എന്തായാലും മെയിൻ ഡോക്ടർ നാളെ കാലത്ത് വരും, അപ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് അവർ വെന്റിലേറ്ററിലാക്കി. അത് കഴിഞ്ഞ് എന്നോട് എൻ്റെ ചേച്ചിക്ക് ഇവർക്കൊക്കെ പറയണമെന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറയണമെന്നുണ്ട്, കാരണം ഞാൻ മാത്രം അന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഉറങ്ങിയാണ്, നീ ഒരു കാര്യം ചെയ്യുക, ഉറക്കത്തിൽ നിന്ന് എനിക്കണില്ല, ഉറക്കത്തിന് തെളിയാനായിട്ട് ബോധം വരാനായിട്ടൊന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ക്ഷീണം കൊണ്ട് ഉറങ്ങിയായിരിക്കും, രാത്രി സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, മാതാവിൻ്റെ ലോക്കറ്റൊക്കെ പിടിച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ എനിക്ക് ചെല്ലാൻ പറ്റുന്നുണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുഴുവൻ നേരം ചൊല്ലി. പിന്നെ തൈലുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എൻ്റെ നെറ്റിയിൽ പുരട്ടിയിട്ട്, ചേട്ടൻ്റെ നെറ്റിയാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ നെറ്റിയിൽ പുരട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ നാളെ കാലത്താവുമ്പോഴേക്കും എൻ്റെ ചേട്ടൻ ഓർമ്മ വരണം കേട്ടോ എന്ന് പറഞ്ഞു. ആൾ ഉറക്കത്തിൽ നിന്ന് എണീക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടി പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൻ്റെ പാട് പോലും ഇല്ലാണ്ട് എൻ്റെ ചേട്ടൻ രക്ഷപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, ഇങ്ങനെ എത്ര വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ വായിൽ ആ സമയത്ത് വന്നൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു സ്റ്റിച്ചിൻ്റെ പോലും പാടില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം കാലത്തായപ്പോൾ ആൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഡോക്ടർ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആൾക്ക് ഓർമ്മ കിട്ടിയാൽ തന്നെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല, ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ ആൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ആൾക്ക് തലയിൽ ഒരു വെയിൻ പൊട്ടിയിട്ടുള്ളത് കാരണം തലയിലും ഓപ്പറേഷൻ വേണം, നട്ടെല്ലിന് പരിക്കുള്ളതുകൊണ്ട് അവിടെയും ഓപ്പറേഷനൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കാലത്ത് ഓർമ്മ വീണപ്പോൾ ഡോക്ടർമാർ ആളോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു, പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ ഡീറ്റെയിൽസും ആളുടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അനീത്തിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ആളെ കാണിച്ചു കൊടുത്തപ്പോൾ ആളെയും ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓർമ്മയ്ക്കൊന്നും പ്രശ്നമില്ല ആൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആളെ വെന്റിലേറ്ററിൽ മാറ്റി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു മാസമെങ്കിലും നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആളുടെ റിക്കവറിയൊക്കെ പെട്ടെന്നായി. അങ്ങനെ ഡോക്ടർ പിന്നെ പറഞ്ഞിരുന്ന സർജറികളൊക്കെ മാറ്റി, തലയിൽ ബ്ലഡ് ക്ലോട്ടായതൊക്കെ നമുക്ക് മരുന്ന് മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ സർജറി മാറി. പിന്നെ തണ്ടലുണ്ടായിരുന്നത് ഒരു സ്ക്രാച്ചാണ്, അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്താലും വലിയ വ്യത്യാസമൊന്നും വരാനില്ല, അപ്പോൾ അതുകൊണ്ട് ബെഡ് റെസ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞ് ആ ഓപ്പറേഷനുകളും മാറ്റി. അങ്ങനെ 5 ദിവസം കൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ആളെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസം നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം ഒരു ബെഡ് റെസ്റ്റ് മാത്രം 6 ആഴ്ച ഒരു ബെഡ് റെസ്റ്റ് മാത്രമേ ആൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ആൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ 7 മാസത്തിലേക്ക് കടന്നു എൻ്റെ പ്രഗ്നൻസി. അങ്ങനെ അപ്പോൾ ആൾ വീട്ടിൽ വന്നപ്പോൾ നടക്കാനൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അപ്പോൾ ആളുടെ കൂടെ ബാത്റൂമിൽ പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് ആളുടെ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം പോക്ക് തുടങ്ങി, ഇങ്ങനെ ഡിസ്ചാർജ് വരാൻ തുടങ്ങി. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഞാനും അമ്മയും കൂടെ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്തായാലും വന്നല്ലേ സ്കാനിങ് കഴിഞ്ഞിട്ട് പോയാൽ മതി, എങ്ങനെ എന്താ ഡിസ്ചാർജ് പോണേന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ എന്നെ പിറ്റേ ദിവസം സ്കാൻ ചെയ്തു. അപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ വേറെ ബേബിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇനിയും പോകണമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ മോള് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം ഇപ്പോൾ വീണ്ടും എനിക്ക് ഡിസ്ചാർജ് പോയി തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ മോള് പോകണ്ട, എന്തായാലും നമുക്കൊരു സ്കാൻ ചെയ്യാം ഇവിടെ നമുക്ക്. അപ്പോൾ ഡോക്ടറുടെ ഒരു മനസ്സിലെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ എൻ്റെ സിസേറിയൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ല. ഡോക്ടറിൻ്റെ മോളൊരു സ്കാൻ ചെയ്യും, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇപ്പോൾ NICUവിൽ അധികം സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബേബി പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിടത്താൻ പറ്റില്ല. അപ്പോൾ മോൾ തൊട്ടടുത്തുള്ളൊരു ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, കൊടുങ്ങല്ലൂരുള്ള ഒരു ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ രാത്രി തന്നെ എന്നെ അമ്മയും ബില്ല് പോലും അടയ്ക്കാണ്ട് തൊട്ടടുത്തുള്ള ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റി. അപ്പോൾ ബില്ലൊന്നും അടയ്ക്കാൻ നിൽക്കണ്ട, ഇത്തിരി സീരിയസ് ആണ്, മോൾ വേഗം പൊക്കോ എന്ന് പറഞ്ഞു. ആ സമയത്തും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ലോക്കറ്റ് പിടിച്ച്, മാതാവേ നേരത്തെ തന്നെ ബേബി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ NICU ഒക്കെ ആയിട്ട് ഒരുപാട് പൈസ വേണ്ടി വരും, അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ ബേബി ഉണ്ടായി കഴിഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മ ഉണ്ണീശോയെ പ്രസവിക്കാൻ കാലമായപ്പോഴാണ് ഉണ്ണിയെ പ്രസവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഞാനും എനിക്കും മാസം തികഞ്ഞ് തന്നെ പ്രസവിക്കണം എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ കയ്യിൽ ഈ വെള്ളം ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് അമ്നോട്ടിക് ഫ്ലൂയിഡൊന്നുമല്ല, വജൈനയിൽ നിന്നുള്ളൊരു വേസ്റ്റ് വാട്ടറാണ്, അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് സിസേറിയൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും എന്നെ അനോമിനൽ സ്കാൻ ചെയ്തു. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു മോൾക്ക് അമ്നോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിട്ടാണ് കാണുന്നത്, സാധാരണ നോർമലിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ 2 പോസിബിലിറ്റിയാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ കുട്ടിക്ക് ഷുഗർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മുറിച്ചുണ്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുറിച്ചുണ്ട് എന്നുള്ള കാര്യം ഞാൻ കേട്ടില്ല, ഷുഗർ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഷുഗർ അല്ലേ, കുറച്ച് കഴിയുമ്പോൾ മരുന്നൊക്കെ കൊടുത്താൽ മാറുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ഇതായി. ഈ മുറിച്ചുണ്ടിൻ്റെ കാര്യം ഞാൻ കേട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു ഞാൻ കേൾക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഉണ്ടായില്ല. ഷുഗർ കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ ആ സമയത്തും മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. അങ്ങനെ വീണ്ടും എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്തു. ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല, നോർമലാണ്. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ മുറിച്ചുകൊണ്ടാണ്. അപ്പോൾ ഡോക്ടർ അനോമൽ സ്കാൻ ചെയ്യണ സമയത്ത് ആ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി കുട്ടിക്ക് എന്ത് വൈകല്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഉത്തരവാദിയല്ല, നേരത്തെ നിങ്ങൾ ചെയ്ത ഹോസ്പിറ്റലിൽ പറയേണ്ടതായിരുന്നു, അവർ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് മാത്രം അവർ പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് ഇങ്ങനെ കുരിശ് വരച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ, പക്ഷേ ഇങ്ങനെ മുറിച്ചുകൊണ്ടിൻ്റെ കാര്യം എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞില്ല, നെക്സ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നെ ഡോക്ടർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ്ങിന് വരാൻ പറഞ്ഞു. അങ്ങനെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഫ്ലൂയിഡൊക്കെ നോക്കിയപ്പോൾ സ്കാനിങ്ങിൽ ഫ്ലൂയിഡ് നോർമലായി, സാധാരണ ഒരു ആൾക്കുണ്ടാവുന്ന ഫ്ലൂയിഡ് മാത്രമായി എനിക്ക്. അങ്ങനെ അത് മാതാവ് വീണ്ടും എന്നെ രക്ഷിച്ചു. അപ്പോൾ സ്കാനിങ്ങിന് മുമ്പായിട്ട് ഞാൻ തൈലെ പറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഫ്ലൂയിഡിൻ്റെ കാര്യം നോർമലായി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ വയറിൻ്റെ മസിലുകളൊക്കെ ലൂസായിരുന്നുകൊണ്ട് എനിക്ക് ഒരുപാട് വയറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കുക്കറിൻ്റെ വെയിറ്റ് പോലും എടുക്കരുത്, കാരണം ഈ ഫ്ലൂയിഡ് എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടർ എന്നോട് 37ാമത്തെ ആഴ്ച ഫസ്റ്റിൽ തന്നെ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 37ാമത്തെ ആഴ്ച ഞാൻ ചെന്ന സമയത്ത് അന്ന് കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ RT-PCR ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം വരുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ എനിക്കും അമ്മയ്ക്കും കൊറോണ പോസിറ്റീവ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, സിസേറിയൻ ചെയ്യാൻ പറ്റില്ല, ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും 1 ആഴ്ച കഴിഞ്ഞു, 38ാമത്തെ ആഴ്ച. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ പോലെ തന്നെ പ്രസവിക്കാൻ സമയമായപ്പോൾ തന്നെ 38 ആഴ്ചയും തികഞ്ഞിട്ട് തന്നെയാണ് എന്നെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പ്രസവിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു ഉണ്ണിക്ക് 3 കിലോ വെയിറ്റ് വേണമെന്ന്. അതുപോലെ ഉണ്ണിക്ക് 3 കിലോ വെയിറ്റോട് കൂടി തന്നെയാണ് അവൻ പ്രസവിച്ചത്. പിന്നെ എൻ്റെ മൂത്ത മകന് അവന് സംസാരം ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ നാവിൻ്റെ അടിയിൽ ഒരു കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡെൻ്റൽ ചെക്കപ്പിലാണ് അത് മനസ്സിലായത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അങ്ങനെ തൈലം പറ്റി പ്രാർത്ഥിച്ചിരുന്നു അവൻ്റെ സംസാരം ക്ലിയർ ആവാനായിട്ട്. അങ്ങനെ അതും ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതും ഇല്ലാതെ മാതാവ് രക്ഷിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളി അടുത്തായിരുന്നെങ്കിലും ഞാൻ പലപ്പോഴും കുർബാനയൊക്കെ മുടക്കുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിയിൽ വന്ന ശേഷം അതെൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് കൊടുത്തേക്കണ ഒരു
ഇതാണെന്നുള്ളൊരു രീതിയിൽ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് തന്നെ എനിക്ക് പോകാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. അതുപോലെ കുടുംബ പ്രാർത്ഥനയായാലും കുമ്പസാരായാലും ഒക്കെ ഒരുപാട് വളർച്ച ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനാഥാലയത്തിൽ പോവും, അവിടെ അമ്മമാരൊക്കെ ശുശ്രൂഷിക്കും. ഈശോയെ അറിയാത്ത അമ്മമാർക്കൊക്കെ അവരെ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ ഓരോ വീടുകളിലേക്ക് ഞങ്ങളിങ്ങനെ ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രമൊക്കെ ഞങ്ങൾ ആദ്യമൊക്കെ മഴയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ബസ് സ്റ്റാൻഡുകളിലും മറ്റേ ചുമട്ടുതൊഴിലാളികളുടെ അടുത്തും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും വീടുകളിലും എല്ലാ സ്ഥലത്തും ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ. അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 62 5 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജിൻസി ജോഷി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ 2 പ്രധാന അനുഭവങ്ങളാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യത്തേത് ജീവിത പങ്കാളിക്കുണ്ടായ ഒരു അപകടം. അത് വളരെ ഗുരുതരാവസ്ഥയിലേക്ക് മാറുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു പോറൽ പോലും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തിലും സൗഖ്യത്തിലും തിരികെ തരുവാൻ വേണ്ടി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ നിയോഗത്തെ അമ്മ മാതാവ് അത്ഭുതകരമായി സമയച്ചുരുക്കത്തിൽ യാതൊരു ക്ലേശങ്ങളുമില്ലാതെ, ഓപ്പറേഷനുകളൊന്നുമില്ലാതെ, ഡോക്ടർമാർ ആദ്യം പറഞ്ഞ എല്ലാ ഗൗരവതരമായ അവസ്ഥകളെയും പിന്നിട്ടുകൊണ്ട് വേഗത്തിൽ സൗഖ്യത്തിലേക്കും സാധാരണ ജീവിതത്തിലേക്കും സഹോദരനെ മടക്കിക്കൊണ്ട് വന്നു എന്നതാണ് മകളുടെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തത് മകളുടെ 7-ാം മാസം എത്തുമ്പോൾ അത് ഫ്ലൂയിഡ് പോകുന്നതും അത് ഗുരുതരമായ രോഗക്ലേശങ്ങളിലേക്ക് മകളെ മാറ്റുന്നതും ഉദരത്തിലുള്ള കുഞ്ഞിന് ഗുരുതരമായ രോഗക്ലേശങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ച വിഷയത്തെയുമാണ്. അപ്പോഴും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ തന്നെയാണ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് സമയത്ത് കുഞ്ഞിനെ പ്രസവിച്ചതുപോലെ എനിക്കും പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞിനെ പ്രസവിക്കുവാൻ വേണ്ടി സഹായം തരണമേ എന്ന് മകൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റാണെങ്കിലും പിന്നീട് കോവിഡ് പോസിറ്റീവായതുകൊണ്ട് ഒരാഴ്ച കൂടി പ്രസവം നീട്ടിവെക്കുകയും അതിലൂടെ പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞിനെ പ്രസവിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്കെപ്പോഴും ദൈവസന്നിധിയിൽ ഒരു പിടുത്തം തരുന്നുണ്ട്. ദൈവത്തോട് സംസാരിക്കാൻ നമുക്കൊരു ആത്മബലം തരുന്നു. ദൈവത്തോട് നമുക്ക് ഇടപഴകുവാൻ പറ്റുന്ന ഒരു ചാനൽ ഉടമ്പടിയിലൂടെ നമുക്ക് തുറന്നു തരുന്നുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ അപരിചിതരല്ല. ദൈവത്തിന് സ്വന്തമാണ് നമ്മളെന്ന ബോധ്യത്തോടു കൂടി ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഒരു ബന്ധം ഉടമ്പടിയിലൂടെ നമുക്ക് അമ്മ മാതാവിനോടും യേശുവിനോടും ചേരുകയാണ്. അതാണ് മകളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആപത്ത് വരുന്ന നിമിഷമൊക്കെയും അമ്മയോട് സംസാരിക്കുവാനും ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കുവാനും പറ്റുന്നുണ്ട്. ആദ്യത്തേത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു പോറൽ പോലും ഇല്ലാതെ ആരോഗ്യത്തോടും സൗഖ്യത്തോടും തരണമെന്നാണ് നിയോഗത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ പോലും ഇല്ലാതെ, പോറൽ പോലും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തിലും സൗഖ്യത്തിലും ജീവിത പങ്കാളിയെ തിരികെ കിട്ടുന്നു. രണ്ടാമത്തതിൽ മകൾ സൂചിപ്പിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തി. അമ്മ മാതാവ് ഉണ്ണിയെ പ്രസവിച്ചതുപോലെ പ്രസവിക്കുവാൻ എനിക്ക് അമ്മ സാഹചര്യം ഒരുക്കിത്തരണമെന്നാണ് പറയുന്നത്. 7-ാം മാസം മുതൽ തുടങ്ങിയ ആ ക്ലേശകരമായ കാലം 9-ാം മാസം 37-ാം ആഴ്ച വരെയും അത് പിന്നിട്ടുകൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞ് പ്രസവിക്കുവാൻ തക്കവിധം സഹോദരിയെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ തികവിലും അമ്മയിൽ ആശ്രയിച്ചുള്ള ശരണപ്പെടലിലുമാണ് ഒരു നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ട് അമ്മ നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നത് കാണാൻ പറ്റും. കാരണം എത്ര കണ്ട് നാം ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഉറച്ച് വിശ്വസിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, അമ്മ കൂടെ നിൽക്കണമേ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരു അമ്മയുടെ ശക്തിയും സാന്നിധ്യവും സംരക്ഷണവും ഒരുപോലെ നമുക്ക് അനുഭവിക്കുന്നത് അറിയുവാൻ പറ്റും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവയ്ക്കുന്നത്. അത് സങ്കീർത്തനം 23:4 നമ്മൾ വായിക്കുന്നത് പോലെ തന്നെയാണ്. മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഞാൻ ഒന്നിനെയും ഭയപ്പെടില്ല, അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടില്ല, അവിടുത്തെ ചെങ്കോലും ദണ്ടും എന്നെ ആശ്വസിപ്പിക്കും. ഈ സാക്ഷ്യപത്രത്തിൽ മകൾ ഏറ്റവും മകളെ സ്വാധീനിച്ച വചനമായി എഴുതിയിരിക്കുന്നത് ഈ സങ്കീർത്തനം 23:4 ആണ്.
കാരണം അത്ര കണ്ട് ആകുലതകളിലൂടെ മരണഭയത്തിലൂടെ പോയ നാളുകളിൽ കൂടെയുള്ളത് അമ്മയാണെന്നും അമ്മ തിരുക്കുമാരനോട് പറഞ്ഞാൽ അത് ജീവിതത്തിൽ അനുഗ്രഹമാകുമെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ആ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് എന്താണോ ആവശ്യം കൃത്യമായി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും അത് അനുഗ്രഹമായി ലഭിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നതും. നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്തുമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ശരണപ്പെട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത് അനുഗ്രഹമായി തീരുന്നത് അനുഭവിക്കുവാൻ അമ്മയും തിരുക്കുമാരനും നമ്മളെ സഹായിക്കും. ഈ കുടുംബത്തിൽ ലഭിച്ച പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ നന്മ മഹത്വത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ് തോമസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അവിൻ ജോസ്, എൻ്റെ സഹോദരി മേരി തോമസ്, എൻ്റെ ഫാദർ തോമസ് സിറിയക്. ഞാൻ 2024 സെപ്റ്റംബർ 30 ആണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള പ്രചോദനം അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന വിവാഹ തടസ്സമാണ്. എനിക്ക് 27 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായി മാട്രിമോണിയിൽ കയറുന്നു. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ ഒരുപാട് വിവാഹാലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. ഞാൻ ഒരു അറിയപ്പെടുന്ന ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, അത്യാവശ്യം പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജീവിതം നയിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് മാതാവിൽ അത്ര അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാതാവിനോട് ജസ്റ്റ് പ്രാർത്ഥിക്കും, പക്ഷേ കൂടുതൽ ഞാൻ ഈശോയോടാണ് എൻ്റെ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നത്. അപ്പം ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. HR ആയിട്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരു അക്രൈസ്തവയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുവാണ്. അവർ ഞങ്ങളുടെ കമ്പനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം ഒരു ദിവസം എനിക്കിങ്ങനെ എന്തോ മനസ്സിലൊരു തോന്നലുണ്ടായി, അവരെ പോയി കാണ്, ഇങ്ങനെ ആരോ ഉള്ളിൽ നിന്നിങ്ങനെ പ്രേരിപ്പിക്കുകയുണ്ടായി. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പം എനിക്കറിയില്ല, ഞാനിങ്ങനെ പറയുമോ, ഞാൻ കുറേ വർഷമായി വിവാഹാലോചനകൾ നോക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ സ്വർഗസ്നായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഇങ്ങനെ കൈവരിച്ച് നിന്ന് അവരെൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അതൊരു ഹിന്ദു ആയ ഒരു സ്ത്രീയാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വിശ്വാസം വെറും 0 ആണെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. കാരണം അത്രയും ഭക്തിയായിട്ട് ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു സ്ത്രീ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അവർ കണ്ടുമുട്ടി. അപ്പോൾ അവരെന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി.
എന്തുകൊണ്ട് റോസിന് കൃപാസനത്തിൽ പോയിട്ട് ഒരു ഉടമ്പടി എടുത്തുകൂടാ? അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ബാംഗ്ലൂരല്ലേ, ഞാൻ പോയി ഉടമ്പടി എടുത്താൽ എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേ ചിന്തകൾ മനസ്സിലേക്ക് വന്നു. അപ്പം ഞാൻ എൻ്റെ അച്ചാച്ചനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി കൃപാസനത്തിലേക്ക് വിടുക. അപ്പം അച്ചാനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ആൾക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും മറ്റു കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ആലോചനകൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും, എന്താ ദൈവമേ, എനിക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും എന്തുകൊണ്ട് എനിക്കൊരു ആളെ ദൈവമേ നീ തരുന്നില്ല? കാരണം ആലോചനകൾ വരുന്നു, കുറേ ആൾക്കാരോട് സംസാരിക്കുന്നു, മാസങ്ങളോളം സംസാരിക്കുന്നു, പക്ഷേ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ പല രാത്രികളിലും ഞാനിങ്ങനെ കരഞ്ഞിങ്ങനെ മാതാവിനോട് ചോദിക്കും, എന്താ മാതാവേ, എനിക്ക് മാത്രം നീ ഒരാളെ കണ്ടുപിടിച്ച് തരാത്ത എന്താ? ഇങ്ങനെ അതെനിക്ക് വല്ലാത്തൊരു ദുഃഖമാണ്. കാരണം ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കിപ്പോൾ വയസ്സ് 32. അപ്പോൾ 5 കൊല്ലം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിക്കുന്നു, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പം പലരും കല്യാണമൊന്നും ആവുന്നില്ലേ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും എൻ്റെ നേരെ വരുമ്പോൾ എനിക്ക് അവരോടൊന്നും തിരിച്ചു പറയാൻ ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ ദൈവത്തിൽ അല്ലെങ്കിൽ എൻ്റെ മാതാവിൽ വന്ന് ഉടമ്പടി എടുത്ത് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്കും ദൈവം തരും, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളെ ദൈവം എനിക്ക് തരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഉടമ്പടി എടുത്ത് കറക്റ്റ് 1 വർഷം 2025 സെപ്റ്റംബർ 29 ഞാൻ ഇവിടെ വീണ്ടും വന്ന് ഉടമ്പടി 4ാമത് പുതുക്കി ഒക്ടോബർ 12-ാം തീയതി ഞാൻ അവനെ കണ്ടുമുട്ടുവാണ്. ഞാൻ അവനെ കണ്ടുമുട്ടുമ്പോൾ പോലും ഇത് എനിക്ക് വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തിയാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഓരോ ആലോചനകൾ വരുമ്പോഴും ഞാൻ ഈശോയോട് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. ഇത് നീ എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവമേ അത് നീ എനിക്ക് നടത്തി തരണേ, അല്ലെങ്കിൽ ദൈവമേ ഇത് എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ, ലാസ്റ്റ് മിനിറ്റ് ആണേലും അത് എനിക്കുള്ളത് അല്ലെങ്കിൽ നീ മാറ്റിക്കളയണമേ എന്ന് തന്നെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ ഈ വ്യക്തിനെ ഒരുപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പം എനിക്ക് ആളൊരു ഗിഫ്റ്റ് തന്നു. അതൊരു വചനപ്പെട്ടിയായിരുന്നു. അപ്പോൾ ആ വചനപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ വചനം ഏശയ്യ 51:3, സിയോനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു, നിന്റെ ദുഃഖങ്ങൾ അകറ്റുന്നു, നിനക്ക് സന്തോഷവും ആഹ്ലാദവും തരുന്നു. അത് കണ്ടതും ഞാനിരുന്ന് ഒരുപാട് കരയാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെ ഞാൻ അനുഭവിച്ച എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ആ ഒരു വിഷമങ്ങളും എല്ലാം അകറ്റി ദൈവം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളെ തന്നെ തന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ആ വചനം എനിക്ക് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയത്. അതേപോലെ എനിക്ക് എപ്പോൾ ബൈബിൾ തുറന്നാലും കിട്ടുന്ന വചനമാണ്, ഞാൻ നിനക്ക് മുൻപേ പോയി ഒരു ദൂതനെ അയക്കും, ആ ദൂതൻ നിൻ്റെ കാര്യങ്ങൾ നിറവേച്ചു കൊള്ളും. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുന്നേ ഉള്ളൂ. ജനുവരി 26/1/2026 ഞങ്ങളുടെ വിവാഹം നടന്നത്. ഒരാഴ്ച കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. വിവാഹത്തിന് വേണ്ട എല്ലാ സാമ്പത്തിക കാര്യങ്ങൾ പോലും ഞങ്ങൾക്കറിയില്ല, ഈ വിവാഹം എങ്ങനെയാണ് നടത്തേണ്ടത്, അതിനുള്ള സാമ്പത്തികം ഇതൊക്കെ ദൈവം പലരിലൂടെ ആയിട്ട് അതിനു വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പലരും മുന്നോട്ട് വന്ന് അവർ നേതൃത്വം നൽകി ഈ വിവാഹം നടത്തി തന്നു. അത് തന്നെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ് മാതാവ് നടത്തി തന്നത്, ഈശോ വരിയായിട്ട്. അതുകൂടാതെ തന്നെ എന്നിലൂടെ പലരുടെയും ജീവിതത്തിൽ ദൈവം എന്നെ ഒരു ഉപകരണമായിട്ട് ദൈവം ഉപയോഗിച്ചു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ഈശോ എന്നെ ഒരു ഉപകരണമാക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കണേ. അപ്പം ഞാൻ കണ്ടുമുട്ടുന്ന ഒരുപാട് വ്യക്തികൾ, അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, വിവാഹം ശരിയാവാത്തവരും വിവാഹം ഒരുപാട് തടസ്സങ്ങൾ നേരിടുക. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഉപരിയായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങി. ഞാൻ പലപ്പോഴും നമുക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷനും പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ അവിടെ ശാന്തമായിട്ട് അതൊക്കെ ഡീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവത്തിലേക്ക് കുറേ കൂടി ആഴപ്പെട്ടു, എളിമപ്പെട്ടു, മറ്റുള്ളവരെ ദൈവത്തെ പങ്കുവെച്ച് കൊടുത്തു. അങ്ങനെ എൻ്റെ ജീവിതം തന്നെ ഒരുപാട് മാറി, എൻ്റെ ജീവിതത്തിലുള്ളവർ മാറി, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കുറേ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ എന്താ പറയുക അത്ഭുതമായിട്ടാണ് എനിക്കിപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചത്, ദൈവമേ
ദൈവത്തിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിനെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് തരണേ. അപ്പം അവൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ആൾ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, അതേപോലെ തന്നെ എല്ലാ മറ്റു വ്യക്തികളോടൊക്കെ ആൾക്ക് ഭയങ്കര കരുതലും സ്നേഹവും. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിനെ തന്നെ മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഭയങ്കര എൻ്റെ ജീവിതത്തിൽ വൈകി വന്ന ഒരു അനുഗ്രഹമാണേ പോലും ഇന്ന് ഞാൻ കരഞ്ഞ ആ വഴികൾ, അല്ലെങ്കിൽ ഞാൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല, അതെല്ലാം പോയി. എൻ്റെ ദുഃഖമെല്ലാം മാതാവ് അകറ്റി ഇന്ന് എനിക്ക് സന്തോഷം നൽകി. ആ സന്തോഷമാണ് ഇന്ന് എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും. എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ, ഈശോ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഹസ്ബൻഡ് അവിൻ ജോസ്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർക്ക് നാളെ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഇവിടെ കല്യാണമായിട്ട് വന്നതാണ്, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് മാതാവ് നൽകിയ ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഇങ്ങനെ എൻ്റെ സഹോദരിയും എൻ്റെ ഫാദറും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും. എൻ്റെ പേര് മേരി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 30, 2024 ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം ചേച്ചിയുടെ വിവാഹ തടസ്സം തന്നെയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്കിന്നിവിടെ പറയാനുള്ള സാക്ഷ്യം, എനിക്ക് പൊട്ടാസ്യം ഭയങ്കര കുറവായിരുന്നു. സ്കൂൾ കാലം തൊട്ടേ എനിക്ക് പൊട്ടാസ്യം ലെവൽ നോർമൽ വേണ്ടതിനേക്കാളും കുറവായിരുന്നു. 1.9 ഒക്കെ ആയിരുന്നു. നമുക്ക് വേണ്ടത് ഒരു മിനിമം 3.5 എങ്കിലും വേണം. അപ്പം പൊട്ടാസ്യം കുറവെന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര മസിൽ പെയിനും കൈ തരിപ്പും കൈ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന പോലെയൊക്കെ വരും ഇടയ്ക്ക്. അപ്പം നമുക്ക് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ പെയിൻ എല്ലാം വരും. അപ്പോൾ പൊട്ടാസ്യം ലെവൽ ഭയങ്കര കുറവായിരുന്നു. അപ്പം ഹോസ്പിറ്റലൈസൊക്കെ ആയിട്ടുണ്ട് പൊട്ടാസ്യം കുറവായതിൻ്റെ പേരിൽ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്നായിരുന്നു ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു 10 വർഷം മുമ്പാണ് എനിക്കിത് ഇങ്ങനെ വന്നത്. പിന്നെ ഞാനതങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാതെ മരുന്നൊക്കെ ഇടയ്ക്ക് മിസ് ചെയ്യും, അങ്ങനെ കഴിക്കാതെയൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പുതുക്കൽ കഴിഞ്ഞ് വെറുതെ റാൻഡമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തപ്പം 3.6 വന്നു. എനിക്ക് 3.5 ആണ് നമുക്ക് മിനിമം വേണ്ടത്. എനിക്ക് ഒരിക്കലും ആ ലെവലിൽ വന്നിട്ടില്ല. എപ്പോഴും 1 അല്ലെങ്കിൽ 2 ആ ഒരു റേഞ്ച് ആയിരുന്നു. ഒരിക്കലും നോർമൽ റേഞ്ചിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ 3.6 കിട്ടി. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. അപ്പം മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ്. റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. ഒരിക്കലും അങ്ങനെ നോർമൽ റേഞ്ചിൽ വന്നിട്ടും ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അങ്ങനെ എനിക്ക് നോർമലിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ ഈ വേദിയിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് മാതാവിനോടും ഈശോയോടും 1000 നന്ദി പറയുന്നു. ഈ ഉടമ്പടിയിൽ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്ന കൃപയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് തോമസ്. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. എൻ്റെ മകളുടെ വിവാഹത്തിന് എൻ്റെ കയ്യിൽ എനിക്ക് ധാരാളം സ്വത്തുക്കളുണ്ടെങ്കിൽ പോലും പൈസയായിട്ട് ഒന്നും കയ്യിലില്ലായിരുന്നു. പിന്നെ കല്യാണത്തിന് വേണ്ട ഞാൻ വിചാരിച്ചേക്കാളും കൂടുതൽ പൈസ എനിക്ക് കിട്ടുകയും വളരെ ഭംഗിയായിട്ട് കല്യാണം നടത്തുവാൻ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്ത് നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ഒരു കടമുറി, ഞാൻ 45 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. മുറി പിന്നെ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ കേസ് നടത്തി, ഒരു 4 വർഷം കേസ് നടത്തി. സാധാരണഗതിയിൽ ഒരു 99% കേസിനകത്തും കെട്ടിട ഉടമയ്ക്ക് അനുകൂലമാണ് വിധി വരാറുള്ളത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് അനുകൂലമായിട്ട് കോടതി വിധി വരികയും അങ്ങനെ മാതാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി. ഇതിനെല്ലാം മാതാവിനോട് ഹൃദയം നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം അവിടെ പോയി ക്യാൻസർ വാർഡിൽ പോയിട്ട് അവിടുത്തെ ഹെഡ് നഴ്സിനെ കണ്ടിട്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മരുന്ന് പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാരെ എല്ലാം കണ്ട് അവർക്ക് പത്രം കൊടുത്ത് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുത്ത് അതും എല്ലാ മാസവും ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു വരുന്നു. ഇതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നത്. ആത്മീയ ജീവിതം ഡെയിലി ഞങ്ങൾ ബൈബിൾ വായിക്കും. നല്ല നല്ല ബൈബിൾ കോഡ്സൊക്കെ ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടും. പിന്നെ എൻ്റെ യൂട്യൂബ് തുറന്നാൽ തന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കൃപാസനവും അങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങളും അച്ഛമ്മയുടെ വീഡിയോസും സോങ്സും കാര്യങ്ങളുമാണ്. ഞാൻ മറ്റ് കാര്യങ്ങളൊന്നും നോക്കാറില്ല. നല്ല നല്ല മെസ്സേജുകൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഇപ്പം ഭയങ്കര ബെറ്ററായിട്ടുണ്ട്. പണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ട് പ്രാർത്ഥിച്ച ആ ഒരു വ്യക്തിയല്ല ഞാനിപ്പം. ഒരുപാട് ഞാൻ മാറി. അത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്നത്. അപ്പം ഇവിടെ ഞാൻ പണ്ട് വരുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് വരാറ്. മാതാവേ, ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് നീ ഒരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണേ. പക്ഷെ ഇന്ന് ഞാൻ
ഇവിടെ നിന്ന് കരഞ്ഞിട്ടില്ല. കാരണം എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ സന്തോഷത്തോടെ മാതാവ് തന്ന ആ ഒരു വലിയ ഗിഫ്റ്റിന് നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, റോസെ ഇനി നീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം, നിനക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് മാതാവ് തന്നത് നിൻ്റെ ജീവിതത്തിൽ, നീ നന്ദിയുള്ളവളായിരിക്കണം. അപ്പോൾ എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ മരണം വരെ എനിക്ക് എന്നും ഓർത്ത് വെക്കാനുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ എൻ്റെ ഈ വിവാഹത്തെയും എനിക്ക് തന്ന ജീവിത പങ്കാളിയെയും കാണും. ഇനിയും ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പ്രാർത്ഥിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും കടന്നു പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സോ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് മാതാവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. വെളിപാടിൻ്റെ പുസ്തകം 7:17. നമ്മളിൽ പലരും 0 അവസ്ഥയിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും നിമിഷങ്ങളിലാണ് ദൈവത്തെ തേടി ഒരല്പം സമാധാനത്തിൻ്റെ സന്തോഷത്തിനുമായി പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അടുത്ത് വരുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ഈ മകള് കഴിഞ്ഞ കാലത്തില്ലാത്ത ഒരു സ്നേഹമാണ് പിന്നീടുണ്ടായത്. ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കും, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം മുരുകി അവർ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. ഈ മകൾ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം കേട്ടു. അങ്ങനെയാണ് 4ാമത്തെ പുതുക്കലിന് ശേഷം ഈ മകൾക്ക് ഒരു നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി ദൈവം അനുഗ്രഹിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും കല്യാണ കാര്യങ്ങളായാലും എല്ലാ രീതിയിലും ക്രമീകരിച്ച് കൊടുക്കുന്ന ഒരു ദൈവമാണ് നാം കാണുന്നത്. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്നാണ് ഈ മകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിച്ച ഈ മകൾക്ക് ദൈവം കൈപിടിച്ച് മുന്നോട്ട് നടത്തുകയാണ്. പിന്നീടാണ് ഈ മകൾ പറഞ്ഞത്, എല്ലാ കാര്യവും ദൈവം അങ്ങ് ഏറ്റെടുത്ത് നടത്തുകയാണ്. പരമാർത്ഥതയോടെ വിളിച്ചപ്പോഴാണ് ദൈവം എല്ലാം കേട്ടണിഞ്ഞ് അനുഗ്രഹിച്ചത്. പിന്നീടുണ്ടായിരുന്ന സഹോദരിയുടെ രോഗസൗഖ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അതും ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് അടുത്തപ്പോഴാണ് ആ മകളുടെ കാര്യത്തിൽ രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസം നഷ്ടപ്പെടാതെ ഈശോയുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയുണ്ട് ഈ ആലയത്തിൽ. പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. അന്വേഷിക്കാം, ആശ്രയിക്കാം, അനുകരിക്കാം, അപേക്ഷിക്കാം ദൈവത്തോട്. കർത്താവ് എത്ര നല്ലവനാണ്, നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്ന വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. റോസ് തോമസിന് കുടുംബത്തിന് ലഭിച്ച എസ്പെഷ്യലി ഒരു നല്ലൊരു ജീവിത പങ്കാളിയായി ദൈവം കഴിഞ്ഞ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.